എല്ലാവർക്കും നമസ്കാരം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ആദ്യമേ തന്നെ ഈ ഒരു പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകരോട് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഏറ്റവും ആദ്യം എടുത്ത് പറയാനുള്ളത്, മറ്റ് പരിപാടികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ നോട്ടീസൊക്കെ എല്ലാവരും കണ്ടതല്ലേ? അപ്പോൾ നോട്ടീസിൻ്റെ ഒരു പ്രത്യേകത, ഒരു വിഷയത്തെ എങ്ങനെ അവതരിപ്പിക്കണമെന്ന് ഇതിൻ്റെ സംഘാടകർക്ക് കൃത്യമായിട്ട് അറിയാം. ഒരു സാധാരണ പ്രഭാഷണത്തിനൊരു വിഷയമാണ് കൊടുക്കുന്നത്. നമ്മൾ പലപ്പോഴും പ്രഭാഷണങ്ങൾക്ക് വിളിക്കുമ്പോൾ വിഷയം എന്താ ഉദ്ദേശിക്കണമെന്ന് ചോദിക്കും. അപ്പോൾ പ്രത്യേകിച്ച് അവർക്ക് വിഷയം കാണില്ല. നമ്മൾ തന്നെ ചിലപ്പോൾ ഒരു വിഷയം കൊടുക്കും. വിഷയം കൊടുത്താൽ തന്നെയും നോട്ടീസ് അടിച്ച് വരുമ്പോൾ പ്രഭാഷണം എന്ന് മാത്രമേ കാണുള്ളൂ. ഇവിടെ നോട്ടീസിൽ പ്രഭാഷണ വിഷയം മാത്രമല്ല, അതിന് മുകളിൽ കുറേ കാര്യം എഴുതിയിട്ടുണ്ട്. അത് വായിച്ചായിരുന്നു. അപ്പോൾ എന്താണ് പ്രഭാഷണത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യമെന്ന് വളരെ സംഗ്രഹിച്ച് പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന കേൾവിക്കാരെ കണ്ടു കഴിയുമ്പോഴും അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാവും. ഒരു വൈജ്ഞാനിക സദസ്സാണിത്. സാധാരണ നമ്മളൊരു സ്ഥലത്ത് സംസാരിക്കുന്നത് പോലെ ഒരു ഇടമല്ല ഇത്. ഇത് ഗുരുവിനെ കൂടുതൽ ആഴത്തിൽ അറിയുകയും പഠിക്കുകയും ഗുരുദർശനം സമൂഹത്തിൽ ഒരുപാട് ചലനം ഉണ്ടാക്കേണ്ടതാണ് എന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കുകയും ചെയ്യുന്നവരുടെ ഒരു കൂട്ടായ്മ കൂടെയാണ്. അങ്ങനെയാണ് ഞാൻ കരുതുന്നത്. ആണല്ലോ? അപ്പോൾ ഇന്നത്തെ വിഷയം ഗുരുദർശനം സത്യത്തിൻ്റെ പ്രകാശഗോപുരം എന്നതാണ്. മുകളിൽ എഴുതിയിരിക്കുന്ന കാര്യമൊക്കെ തന്നെയാണ് അതിൻ്റെ ഒരു സംഗ്രഹമായിട്ട് വരുന്നത്. നമുക്ക് ഏകദേശം ഒരു 1.5 മണിക്കൂർ വിഷയം അവതരിപ്പിച്ച ശേഷം പിന്നീട് ഒരു അരമണിക്കൂർ ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ, നിങ്ങളുടെ അഭിപ്രായം ഒക്കെ രേഖപ്പെടുത്തുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. കുറച്ച് വൈകിയാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഗുരുദർശനം എന്നൊരു വാക്ക് ഇതിൻ്റെ തലക്കെട്ടിൽ തന്നെയുണ്ട്. ഗുരുദർശനം സത്യത്തിൻ്റെ പ്രകാശഗോപുരം. പ്രകാശഗോപുരം ഇരുട്ടിൽ സഞ്ചരിക്കുന്നവർക്ക് എപ്പോഴും വെളിച്ചം നൽകുന്നതാണ്. ദൈവദശകത്തിൽ ഒരു കടലിൽ അകപ്പെട്ട് നിൽക്കുന്ന ഒരു ഭക്തന് ആവിക്കപ്പലായി ദൈവം വരുന്നു എന്ന സങ്കല്പമുണ്ട്. നടുകടലിൽപ്പെട്ട ഒരാൾക്ക് കപ്പിത്താനായി ദൈവം വരുന്നു. വലിയൊരു കപ്പലുമായി, ആവിക്കപ്പലായി ദൈവം വരുന്നു. ഇരുട്ടിൽ നിൽക്കുന്നൊരു സമൂഹത്തിന് വെളിച്ചം നൽകുന്നത് പ്രകാശഗോപുരമാണ്. അപ്പോൾ ഗുരുദർശനം വെറും പ്രകാശഗോപുരമല്ല, സത്യത്തിൻ്റെ പ്രകാശഗോപുരമാണ്. അപ്പോൾ അസത്യമായ ചിലതുകൂടി സമൂഹത്തിലുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് ഗുരുദർശനത്തെപ്പറ്റി പറയുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാണ്. ഗുരുദർശനം എന്താണ് എന്നും കൂടി അതിനൊപ്പം പറയേണ്ടതുണ്ട്. കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ആദ്യമേ പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മൾ ഗുരുദർശനത്തിൻ്റെ കവാടത്തിലേക്ക്, ഇപ്പോൾ ഈ കെട്ടിടത്തിലേക്ക് നമ്മൾ കയറി വന്നപ്പോൾ, ഈ ഒരു സ്കൂളിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറി വന്നപ്പോൾ ആദ്യം കണ്ടത് ഗുരുവിൻ്റെ മനോഹരമായൊരു പ്രതിമയാണ്. ആണല്ലോ? നമ്മളെപ്പോഴും ഈ സ്കൂളിൻ്റെ കവാടത്തിലേക്ക് കയറി വരുമ്പോൾ അതാണ് കാണുന്നത്. ആ പ്രതിമയുടെ താഴെ എഴുതി വച്ചിരിക്കുന്ന ഒരു വരിയുണ്ട്, അത് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നത്. ഞാനൊക്കെ കുട്ടിയായിരിക്കുമ്പോൾ ഗുരുവിൻ്റെ ചിത്രത്തിന് കീഴിൽ എഴുതി വച്ചിരുന്ന ഒരു വാചകം മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നാണ്. ഇന്ന് നമുക്കത് കാണാൻ സാധിക്കില്ല. അപൂർവമായിട്ടാണ് ഗുരുവിൻ്റെ ചിത്രത്തിന് കീഴിൽ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് കാണാൻ സാധിക്കും. ഇന്ന് അതിന് പകരം പല മന്ത്രങ്ങളുമാണ് കാണുന്നത്. അപ്പോൾ ആ മന്ത്രങ്ങൾ കണ്ട് വളരുന്നൊരു കുട്ടിയും മതമേതായാലും മനുഷ്യൻ നന്നായാലും മതി എന്ന വാചകം കണ്ട് വളരുന്ന ഒരു കുട്ടിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം അക്ഷരം കൂട്ടി വായിക്കുന്ന കാലത്തെ നമ്മൾ വായിക്കുന്നത് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന്. ഇതൊരാളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഒരു വീക്ഷണം വളരെ വലുതാണ്. അത് പിന്നീട് അവരുടെ മരണം വരെയുള്ള ജീവിതത്തെ സ്വാധീനിക്കുന്ന ഒരു വാചകമായിട്ട് അത് മാറും. അപ്പോൾ ഗുരുദർശനത്തിൻ്റെ പ്രവേശന കവാടത്തിൽ ഇതുപോലെ ഒരു വാക്യമുണ്ട്. ഇപ്പോൾ ക്ഷേത്രത്തിൽ കയറുമ്പോൾ
നമ്മൾ ഇതിനൊരു ക്ഷേത്രമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. കാരണം പ്രധാന ദേവാലയം വിദ്യാലയമായിരിക്കണമെന്നാണ് ഗുരു പറഞ്ഞത്. ഗുരുവിൻ്റെ ആശയത്തോടെ ഏറെ ചേർന്ന് നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നതും. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നതുപോലെ ഗുരുദർശനത്തിൻ്റെ പ്രവേശന കവാടത്തിൽ എഴുതി വച്ചിരിക്കുന്ന വാചകം വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്നുള്ളതാണ്. വാദിക്കുക, ജയിക്കുക എന്നുള്ളത് ഗുരുവിന് മുൻപും ഗുരുവിൻ്റെ കാലത്തും ഇവിടെ ഉണ്ടായിരുന്ന പ്രവണതയാണ്. അത് ബ്രാഹ്മണ്യത്തിൻ്റെ പാരമ്പര്യമാണ്. വാദിക്കുക, ജയിക്കുക. ശങ്കരാചാര്യരുടെയൊക്കെ കാര്യം നോക്കിയാൽ മറ്റ് ദർശനങ്ങളെ വാദിച്ച് തോൽപ്പിച്ച് അവരെ ശിക്ഷിച്ച് അങ്ങനത്തെ ഒരു സമ്പ്രദായമായിരുന്നു ഉണ്ടായിരുന്നത്. ഗുരുവിൻ്റെ കാലത്തും വാദവും ജയവുമൊക്കെ ശക്തമായിട്ട് നിന്ന കാലമാണ്. അപ്പോഴാണ് ഈ വാദത്തിനും ജയത്തിനും പകരമായിട്ട് ഒരു ബദൽ ഗുരു മുന്നോട്ട് വയ്ക്കുന്നത്. അറിയുക, അറിയിക്കുക. ഞാനിവിടെ വന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, ഞാനിവിടെ വന്നിരിക്കുന്നത് നിങ്ങളെ അറിയിക്കാനും എനിക്ക് കൂടുതൽ അറിയാനും കൂടിയാണ്. അപ്പോൾ ഗുരുദർശനത്തിൽ ആർക്കും ഒരു കുത്തകയില്ല, അത് ഓപ്പണാണ്. അതിൽ എല്ലാവർക്കും ഒരേ പങ്കാണുള്ളത്. ഗുരുദർശനം വാദിക്കാനും ജയിക്കാനുമല്ല, അത് അറിയാനും അറിയിക്കാനുമാണ്. ഇതാണ് ഗുരുദർശനത്തിൻ്റെ പ്രവേശന കവാടത്തിൽ എഴുതി വച്ചിരിക്കുന്ന വാക്യം. അതുകൊണ്ട് ഒന്ന് മാത്രമേ ഇതെന്ന് നമുക്ക് സ്ഥാപിക്കാൻ പറ്റില്ല, അങ്ങനെ സ്ഥാപിക്കാനും പാടില്ല. നിങ്ങൾക്ക് വിട്ടു തരികയാണ്. നിങ്ങളുടെ യുക്തി കൊണ്ട് ചിന്തിച്ച് ശരിയേത് എന്ന് നോക്കി അതിനെ സ്വീകരിക്കാവുന്നതാണെങ്കിൽ സ്വീകരിക്കുക. അപ്പോൾ വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ഇതാണ് സർവമത സമ്മേളനത്തിൽ 1924 ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് നടന്ന സർവമത സമ്മേളനത്തിൻ്റെ പ്രവേശന കവാടത്തിൽ എഴുതി വച്ചിരുന്ന വാക്യം. ഞാൻ അവയിലേക്ക് വഴിയെ വരാം. അടുത്തത് ഇവിടെ എഴുതി വച്ചിരിക്കുന്ന മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നതാണ്. നമ്മൾ പൊതുവെ മതം എന്ന വാക്കിന് റിലീജിയൻ എന്ന അർത്ഥമാണ് കൊടുക്കാറുള്ളത്. എന്നാൽ റിലീജിയൻ എന്നുള്ള മതം എന്ന് പറയുമ്പോൾ ഹിന്ദു മതം, ക്രിസ്തു മതം, ഇസ്ലാം മതം പോലുള്ള മതങ്ങളെയാണ് പൊതുവെ കാണുന്നത്. പക്ഷെ ആ ഒരു അർത്ഥത്തിൽ മാത്രമല്ല, മതത്തിന് ഗുരു നൽകുന്ന വ്യാഖ്യാനം അഭിപ്രായം എന്നതാണ്. അഭിപ്രായോ മതം നാംന മഹതാം തത്വവേദന. മഹത്വകളുടെ അഭിപ്രായം അത്രയും മതം. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഓരോ മതമാണുള്ളത്. നിങ്ങളുടെ ഷർട്ടിൻ്റെ കളർ നോക്കുക, സാരിയുടെ കളർ നോക്കുക. ഒരാളെ പോലെയല്ല മറ്റൊരാൾ വസ്ത്രം ധരിച്ചിരിക്കുന്നത്. ഓരോ വ്യക്തികൾക്കും ഇഷ്ടപ്പെട്ട പാട്ടുകാരൻ ഏതാണെന്ന് ചോദിച്ചാൽ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമായിരിക്കും. ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലും വ്യത്യസ്ത അഭിപ്രായമായിരിക്കും. അങ്ങനെ ഓരോന്നിലും അഭിപ്രായങ്ങൾ ഒരുപാടുണ്ട്. എന്നിട്ടും നമ്മളെല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് ഇവിടെ ഇരിക്കുന്നു. അതാണ് ഗുരു പറഞ്ഞത് പല മതസാരവും ഏകം. ഈ മതങ്ങളുടെ എല്ലാം, ഈ അഭിപ്രായങ്ങളുടെ ഒക്കെയും സാരമായിരിക്കുന്നത് ഒന്ന് തന്നെയാണ്. അപ്പോൾ റിലീജൻ എന്ന അർത്ഥത്തിൽ മാത്രമല്ല, അഭിപ്രായം എന്നതുകൊണ്ടും മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. നിങ്ങൾ യേശുദാസിൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ടോ? ഒരു കുഴപ്പമില്ല. MG ശ്രീകുമാറിനെയോ അല്ലെങ്കിൽ ഏത് പാട്ടുകാരനെ ഇഷ്ടപ്പെട്ടോ? പക്ഷേ നിങ്ങളുടെ കോറായിട്ടുള്ള കാര്യങ്ങൾക്ക് മാറ്റം വരാതിരിക്കുക. നിങ്ങൾ ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, പാഴ്സി ആയിക്കോട്ടെ, സിഖ് ആയിക്കോട്ടെ, പക്ഷേ മനുഷ്യൻ നന്നായാൽ മതി. ഇനി ഈ മതങ്ങളിലൊന്നും വിശ്വസിക്കാതെയും ഇരുന്നോട്ടെ, മനുഷ്യൻ നന്നാവുക, അതിനാണ് ഊന്നൽ കൊടുക്കേണ്ടത്. അപ്പോൾ മതം എന്നതിന് അഭിപ്രായം എന്നാണ് അർത്ഥം. കുറച്ചും കൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, ഇത് KEN പല വേദികളിലും ഉദ്ധരിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ബഷീർ എന്ന സാഹിത്യകാരൻ, മലയാളികളുടെ പ്രിയപ്പെട്ട വൈക്കം മുഹമ്മദ് ബഷീർ പ്രേമലേഖനം എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. പ്രേമലേഖനത്തിൽ സാറാമ്മയും കേശവൻ നായരുമാണ് കഥാപാത്രങ്ങൾ. പേരുകൊണ്ട് തന്നെ വ്യക്തമാണ്, ഒരാൾ ക്രിസ്ത്യാനിയും മറ്റൊരാൾ ഹിന്ദുവുമാണ്. അപ്പോൾ സാറാമ്മയും കേശവൻ നായരും പരസ്പരം പ്രണയത്തിലാവുകയും അവർ പിന്നീട് ഒരു യാത്ര പുറപ്പെടുകയും ചെയ്തു. അങ്ങനെ യാത്ര പുറപ്പെട്ട് അവരുടെ ബസ് ഒരു ചായപ്പീടികയുടെ അടുക്ക ചെന്ന് നിന്നു. അവരവിടെ ഇറങ്ങി ചായക്കടയിൽ കയറി. കേശവൻ നായർ ഓർഡർ ചെയ്തു 2 ചായ ഓർഡർ ചെയ്തു. അപ്പം തന്നെ ഇപ്പുറത്തിരുന്ന് സാറാമ്മ പറഞ്ഞു 2 കാപ്പി. നമ്മുടെ കുടുംബ പ്രശ്നങ്ങളും തുടങ്ങുന്നത് ഇങ്ങനെയൊക്കെയാണ്.
ആദ്യമേ കേശവൻ നായർ 2 ചായ എന്ന് പറയാൻ കാരണം ആ പ്രണയത്തിൻ്റെ ഒരു ശക്തിയാണ്. ആദ്യം വരെ ഒറ്റയ്ക്ക് ജീവിച്ച ഒരാൾ മറ്റൊരാൾ കൂടി ജീവിതത്തിലേക്ക് വരുമ്പോൾ അയാളെ കൂടി പരിഗണിച്ച് അയാൾ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും 2 ചായ ഓർഡർ ചെയ്യുന്നത്. പക്ഷെ അപ്പുറത്തിരുന്ന് പറഞ്ഞത് 2 കാപ്പി എന്നാണ്. അപ്പോൾ തന്നെ പരസ്പരം ക്ലാഷായി. പിന്നെ കുറച്ച് നേരം രണ്ടുപേരും ഒന്നും മിണ്ടായിരുന്നു. ആ കുറഞ്ഞ ഇടവേളകളിൽ കേശവൻ നായരും ഒന്ന് ആലോചിച്ചു, സാറാമ്മയും ഒന്ന് ആലോചിച്ചു. എന്നിട്ട് കേശവൻ നായർ പറഞ്ഞു, ഇവിടെ ഒരു ചായ. അപ്പുറത്ത് സാറാമ്മ പറഞ്ഞു, ഇവിടെ ഒരു കാപ്പി. ബഷീർ പറയുന്നത്, സാറാമ്മ കാപ്പിയും കുടിച്ചു, കേശവൻ നായർ ചായയും കുടിച്ചു. പിറ്റേന്നും പതിവ് പോലെ സൂര്യൻ ഉദിച്ചു, ലോകം ഇടിഞ്ഞ് വീണില്ല. ഇതാണ് ഗുരുവിൻ്റെയും മതദർശനത്തിൻ്റെ കാതൽ. നിങ്ങൾക്കൊരു അഭിപ്രായമായിരിക്കും, എനിക്ക് മറ്റൊരു അഭിപ്രായമായിരിക്കും. പക്ഷേ ഒരു മേശയുടെ അപ്പുറവും ഇപ്പുറവും ഇരുന്ന് നമ്മളുടെ ആ ആശയത്തിൽ നിന്നുകൊണ്ട് തന്നെ അതിനെ ഇല്ലാതാക്കാതെ പരസ്പരം അഭിപ്രായങ്ങളെ മാനിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഗുരുദർശനം പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത് മറ്റൊരാളുടെ അഭിപ്രായത്തിലും ഒരു സത്യമുണ്ട്, അല്ലാതെ നിങ്ങളുടെ ഉള്ളിൽ മാത്രമല്ല സത്യം ഇരിക്കുന്നത്. ആ സത്യത്തെ കൂടി നമുക്ക് കാണാൻ സാധിക്കുമ്പോഴാണ് മറ്റൊരാളെയും നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ മതം എന്നതിന് ഈ ഒരു കഥ തന്നെ ഉദാഹരണമാണ്. ഇപ്പോൾ പരസ്പരം ആശയങ്ങളെ ബഹുമാനിക്കുക എന്നുള്ളത്. മറ്റൊരാളുടെ മതത്തെ നിങ്ങൾ എങ്ങനെയാണോ കാണുന്നത്, അവിടെയാണ് ഗുരുദർശനത്തിൻ്റെ പ്രാധാന്യം വരുന്നത്. നിങ്ങൾ എങ്ങനെയാണോ മറ്റൊരാളുടെ മതത്തെ കാണുന്നത്, നിങ്ങൾ നിങ്ങളുടെ മതത്തെ കാണുന്നത് ജനിച്ചു പോയത് ആ മതത്തിലായതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളും ആ മതത്തെ പിന്തുടരുന്നു. പക്ഷേ നമ്മളല്ലാത്തവരെ നമ്മളെങ്ങനെ കാണുന്നു, നമ്മളല്ലാത്ത മതത്തെ നമ്മളെങ്ങനെ കാണുന്നു, അവിടെയാണ് ഗുരുവിൻ്റെ മതദർശനത്തിൻ്റെയും കാതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്തത്, ഇതൊക്കെ ഞാൻ പിന്നീട് വ്യക്തമാകാം. അടുത്തത് ഗുരുദർശനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, അതുവരെയും ഇതൊന്നും മനുഷ്യന് വേണ്ടിയിട്ടായിരുന്നില്ല. മതമുള്ളതും ജാതിയുള്ളതൊക്കെ ജാതിക്കും മതത്തിനും വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ ഗുരു ചോദിക്കുന്നുണ്ട്, മനുഷ്യൻ കെട്ടുപോയിട്ട് പിന്നെ മതങ്ങൾ കൊണ്ടും ജാതികൾ കൊണ്ടും എന്ത് നേട്ടം? അപ്പോൾ അവിടെ മനുഷ്യൻ കെട്ടുപോകാൻ പാടില്ല, പകരം മനുഷ്യൻ നന്നാവണം. മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇതെല്ലാം. അപ്പം മനുഷ്യൻ നന്നാവുക എന്നുള്ളത്, നന്നായി തീർന്ന മനുഷ്യൻ, ഈ ആശയം കേരളത്തിലേക്ക് വരുന്നത് ഗുരുവിലൂടെയാണ്. അതുവരെ ഇവിടെ ഉണ്ടായിരുന്ന പല പല മുദ്രാവാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ കോൺഗ്രസ് ആവുക, കമ്മ്യൂണിസ്റ്റ് ആവുക, ക്രിസ്ത്യാനി ആവുക, മുസ്ലിം ആവുക, ഇങ്ങനെയൊക്കെ ഒരുപാട് മുദ്രാവാക്യങ്ങളുണ്ടെങ്കിലും ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു മുദ്രാവാക്യം മനുഷ്യനാവുക എന്നുള്ളതാണ്. നിങ്ങൾ എന്തു ആയിക്കോട്ടെ, പക്ഷേ മനുഷ്യനാവുക, അതായിരിക്കണം പ്രാധാന്യം. അപ്പം മനുഷ്യന് പ്രാധാന്യം നൽകുന്ന ഒരു ദർശനം. അവിടെയും ഒരു പ്രത്യേകത വരുന്നുണ്ട്. ഇപ്പോഴും മനുഷ്യന് പ്രാധാന്യം നൽകുക എന്ന് പറയുമ്പോൾ മനുഷ്യന് വേണ്ടിയിട്ടാണ് ഈ ലോകത്തിലെ സകലതും എന്നൊരു ആശയമുണ്ട്. ആ ആശയത്തെ അല്ല ഗുരു സ്വീകരിക്കുന്നത്. പക്ഷേ മനുഷ്യ കേന്ദ്രീകൃതമായൊരു ദർശനമല്ല, മനുഷ്യന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. ആ മനുഷ്യൻ എന്ന നിലയിൽ നോക്കുമ്പോൾ മനുഷ്യനിൽ മറ്റൊരു ഭേദമില്ല. മനുഷ്യനിൽ പിന്നെ വേറൊരു ജാതിയെ കൽപ്പിക്കാൻ പറ്റില്ല, പിന്നെ മതത്തെ കൽപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ മനുഷ്യർ എല്ലാവരും ഒന്നാണ് എന്ന ആശയമാണ് ഗുരു അവതരിപ്പിക്കുന്നത്. ഇനി കുറച്ചും കൂടി വ്യക്തമായിട്ട് അരുവിപ്പുറം സന്ദേശത്തിലൂടെ ഗുരു നൽകുന്നുണ്ട്. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാമിത്. അത് 1888 അരുവിപ്പുറത്ത് എഴുതി വെച്ച 4 വരികളാണ്. ജാതിഭേദം, മതദ്വേഷം, ഇത് രണ്ടും മനുഷ്യനെ ഭിന്നിപ്പിക്കുന്നതാണ്. ജാതിയുടെ പേരിൽ തിരിക്കുന്നു, മതത്തിൻ്റെ പേരിൽ തിരിക്കുന്നു. ഇതുപോലുള്ള ഭേദങ്ങൾ ഒന്നുമില്ലാതെ, ഇനി അതിന് പകരമായിട്ട് ഗുരു വയ്ക്കുന്നുണ്ട് ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും. സർവരും എന്ന് പറയുമ്പോൾ അവിടെ എല്ലാവരും പെട്ടു. സർവരും സോദരത്വേന വാഴുന്ന, അവിടെ ഇതിന് രണ്ടിനും പകരമായി നിൽക്കുന്നത് സാഹോദര്യമാണ്. സാഹോദര്യഭാവേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ഇതൊരു മാതൃകാസ്ഥാപനമാണ്. ആ മാതൃകയെ കണ്ടുകൊണ്ട് വേണം നമ്മൾ ജീവിക്കേണ്ടത്. ഗുരു ഒരു മഹത്തായ മാതൃകയെ അവിടെ കാണിച്ചു തരികയാണ്. ഇപ്പം നമുക്ക് കേരളത്തിൻ്റെ പോലും നിർവചനമായിട്ട് കൊടുക്കാൻ കഴിയുന്നത് ഈ 4 വരിയാണ്. കേരളം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ജാതിഭേദവും മതദ്വേഷവും ഇല്ലാതെ എല്ലാ മനുഷ്യരും സോദരത്വേന വാഴുന്ന ഒരു മാതൃകാ സ്ഥാനമാണ്. നമ്മൾ കേരള മോഡൽ എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഇത് വെറുതെ രൂപപ്പെട്ടു വന്നതല്ല. ഗുരു ഇത് പറയുന്ന കാലത്തെ കേരളം അങ്ങനെ ആയിരുന്നില്ല.
അങ്ങനെ അല്ലാത്തൊരു കേരളത്തിൽ നിന്നുകൊണ്ടാണ് അങ്ങനെ ആകണമെന്ന് ഗുരു പറഞ്ഞത്. അത് പിന്നീട് ആയിത്തീരുകയും ചെയ്തു. പിന്നെ ഒരു വാക്യം, ഞാൻ ഈ ആദ്യം ഒരു 5 വാക്യങ്ങൾ പറയുന്നത്, ഈ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ഈ ഒരു 5 വാക്യങ്ങളിൽ നിന്നുകൊണ്ടുള്ളതാണ്. 5-ാമത്തേത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. അവിടെയും പ്രാധാന്യം കൊടുക്കുന്ന മനുഷ്യന് എന്നതാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. മനുഷ്യാണാം മനുഷ്യത്വം ജാതി, അവിടെയും മനുഷ്യനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഇങ്ങനെ ഒക്കെ പറഞ്ഞ ഗുരുവിൻ്റെ ചെറിയ ചെറിയ വാചകങ്ങളാണിത്. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. ആ 5 വാക്കുകൾ നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്. അതിന് കാരണം ഗുരുവിൻ്റെ കൃതികളേക്കാൾ കൂടുതൽ സമൂഹത്തിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഗുരുവിൻ്റെ ചെറിയ ചെറിയ സന്ദേശങ്ങളാണ്. ഒരു 10 വയസ്സുള്ള കുട്ടിയെ കണ്ട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഗുരുവിൻ്റെ ഒരു 1-2 വാചകങ്ങളെങ്കിലും ആ കുട്ടിക്ക് പറയാൻ സാധിക്കും. അത് നമ്മുടെ സംസ്കാരത്തിൽ ഇഴുകിച്ചേർന്ന ആശയങ്ങളാണ്. അങ്ങനെയുള്ള ഗുരുവിൻ്റെ വ്യക്തിത്വം എന്താണെന്ന് കൂടി പറഞ്ഞിട്ടേ നമുക്ക് ഈ ദർശനത്തിലേക്ക് കയറാൻ സാധിക്കും. ഗുരുദർശനം, ഗുരു ആരാണെന്നുള്ള ചോദ്യത്തിന് ഒരുപാട് ഉത്തരങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഉണ്ടായിരിക്കും. ഒരാളുടെ ഉത്തരമായിരിക്കില്ല മറ്റൊരാൾക്ക്. കാരണം നമ്മൾ ഗുരുവിനെ കാണുന്നത് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളിലൂടെയാണ്. അതുകൊണ്ടാണ് ഇത്രയും വ്യത്യസ്തമായ സംഘടനകൾ ഗുരുവിൻ്റെ പേരിൽ ഉണ്ടാവാൻ കാരണം. ഇത് പലതും ആശയപരമായിട്ട് ഒരുപാട് വ്യത്യാസമുള്ളതായിരിക്കും. ഒരേ ഗുരുവിൻ്റെ പേരിലാണെങ്കിൽ പോലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതിനൊരു കാരണം ഗുരുവിൻ്റെ വ്യക്തിത്വം, ഗുരു ഒരു മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൻ്റെ വ്യക്തമായ ഒരു ഉദാഹരണമാണ്. കാരണം ഗുരു ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുരു കവിയാണെന്ന് പറയാം. കവികളിൽ വെച്ച മഹാകവിയാണ് ഗുരു. ഗുരു സാമൂഹ്യ പരിഷ്കർത്താവാണെന്ന് ചോദിച്ചാൽ കേരള നവോത്ഥാനത്തിൻ്റെ പിതാവാണ്. സാമൂഹിക പരിഷ്കരണത്തിൻ്റെ ഏറ്റവും വലിയ ആചാര്യനാണ് ഗുരു. സന്യാസിയാണോ എന്ന് ചോദിച്ചാൽ ആശാൻ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു സന്യാസി ഇല്ല, സന്യാസികളിൽ ഇങ്ങനെ, അങ്ങനെ പറയാൻ പറ്റും. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ നോക്കിയാൽ ഇത്രയും വലിയ വിദ്യാഭ്യാസ ചിന്തകനെ നമുക്ക് കാണാൻ സാധിക്കില്ല. അങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കുക. തൊട്ടതിനെല്ലാം പൊന്നാക്കുന്ന ഒരു മഹാവിദ്യ ഗുരുവിനുണ്ടായിരുന്നു. അത് ഗുരുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രധാന സവിശേഷതയാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം ഗുരു ഒന്നിലും പ്രത്യേകിച്ച് ഫോക്കസ് ചെയ്തിരുന്നില്ല. എസ് കെ പൊറ്റക്കാട് ഗുരുവിൻ്റെ കവിതകളെപ്പറ്റി പഠനം നടത്തുമ്പോൾ അതിൽ പറയുന്നുണ്ട്, പദങ്ങൾ കൊണ്ട് ഇന്ദ്രജാല വിദ്യ കാണിച്ച ആ മഹാകവീശ്വരൻ കവനകലയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നുവെങ്കിൽ പിന്നെ മറ്റാർക്കും കവിത എഴുതേണ്ടി വരികയില്ലായിരുന്നു. ഗുരു കവിത എഴുതാൻ വേണ്ടി മാത്രമായിരുന്നു ഇരുന്നതെങ്കിൽ പിന്നെ മറ്റാർക്കും കവിത എഴുതേണ്ടി വരികയില്ലായിരുന്നു. ഇന്ന് നമുക്ക് ലഭ്യമായ ഗുരുവിൻ്റെ കവിതകളൊക്കെയും തന്നെ ഗുരു ഓരോരുത്തർക്കും പറഞ്ഞു കൊടുക്കും, അവരത് എഴുതും, പിന്നീട് അത് പ്രസിദ്ധീകരിക്കും. അല്ലാതെ ഇരുന്ന് എഴുതിയ കവിതകളൊന്നുമല്ല. എന്നിട്ടും നമുക്ക് ഇത്രത്തോളം കവിതകൾ ഗുരുവിൻ്റേതായി ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഗുരു വ്യവഹരിച്ച ഓരോ മേഖലകൾ നോക്കിക്കഴിഞ്ഞാലും ഗുരു അതിനുവേണ്ടി പൂർണ്ണമായി ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചിരുന്നില്ല. ഇതെല്ലാം ഒരുമിച്ച് പൊയ്ക്കൊണ്ടിരുന്നു. എന്നിട്ടും ഓരോ മേഖലകളെ ഇത്രത്തോളം പ്രകാശപൂരിതമാക്കാൻ ഗുരുവിന് സാധിച്ചിരുന്നു. അത് ഗുരുവിൻ്റെ ദർശനത്തിൻ്റെ ഒരു പ്രത്യേകത. ജനിച്ചപ്പോൾ മുതൽ മരണം വരെ ഗുരു ഒരുപോലെയല്ല നിന്നത്. ഗുരു കാലത്തിനൊപ്പം സഞ്ചരിച്ച ഗുരുവാണ്. ഒരു വെള്ളം കെട്ടി നിൽക്കുന്നത് പോലെ ഒരിടത്ത് നിൽക്കുകയല്ല ചെയ്തത്. നമുക്ക് അരിവുപ്പുറം പ്രതിഷ്ഠ നടത്തുമ്പോൾ കണ്ട ഒരു നാരായണ ഗുരുവിനെ അല്ല 1928 സമാധിയാകുമ്പോൾ കാണുന്ന ഗുരു. അത് വ്യത്യസ്തമായ ഒരു ഗുരുവാണ്. 1924 സർവ്വമത സമ്മേളനം നടത്തുമ്പോൾ മറ്റൊരു ഗുരുവുണ്ട്. ഇതിങ്ങനെ ഒരു വലിയ പരിണാമമാണ്. അതുകൊണ്ടാണ് ആദ്യകാലങ്ങളിലൊക്കെ പ്രതിഷ്ഠ നടത്തിയിട്ട് അവസാന കാലത്തുമ്പോൾ ഗുരു പറയുന്നത്, ഇനി ക്ഷേത്ര പ്രതിഷ്ഠകളെ അധികം പ്രോത്സാഹിപ്പിക്കരുത്. ക്ഷേത്രപ്രതിഷ്ഠകൾ കൊണ്ട് ജാതി വ്യത്യാസത്തെ ഇല്ലാതാക്കാമെന്ന് നാം കരുതി, എന്നാൽ മറിച്ചാണ് സംഭവിച്ചത്. ഒരു ഈ കാലത്തിൽ നിന്നും പഠിക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ മനുഷ്യരുടെ ഒരു പ്രത്യേകത, അവർ ഈ തെറ്റുകൾ തിരുത്തില്ല. പക്ഷെ ഗുരു ഇതിനെയൊക്കെ തിരുത്തി പരിഷ്കരിച്ച് മുന്നോട്ട് പോയതാണ്. അതുകൊണ്ടാണ് ഗുരു ഇന്നും ലൈവായിട്ട് നിൽക്കാൻ കാരണം. ഗുരുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും ഒരേ ആശയം ഉള്ളവരായിരുന്നില്ല.
ഗുരുവിൻ്റെ ആശയത്തിന് വ്യത്യസ്തമായ ആശയം സ്വീകരിക്കുന്നവരെയും ചേർത്ത് നിർത്താൻ ഗുരുവിന് സാധിച്ചിരുന്നു. കാരണം ഗുരുവിൻ്റെ ദർശനവും ഗുരുവിൻ്റെ വ്യക്തിത്വവും വളരെ ഫ്ലെക്സിബിളായിരുന്നു. ഗുരുവിന് മതശാഠ്യങ്ങൾ ഉണ്ടായിരുന്നില്ല, ആശയപരമായ ശാഠ്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇന്ന് നമ്മൾ പല മതങ്ങളുടെയും പല പ്രത്യയശാസ്ത്രങ്ങളുടെയും പ്രത്യേകത, തങ്ങൾ എന്ത് പറയുന്നോ അതെല്ലാവരും അതുപോലെ അനുസരിക്കണം, അതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല. അങ്ങനെ ആയിരുന്നില്ല ഗുരുവിൻ്റേത്. ഗുരു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഒന്നിനെയും ഇത് മാത്രം സത്യമെന്ന് കരുതിക്കൂടാ. സത്യം ഏതെന്നുള്ള അന്വേഷണത്തിൽ എന്തിനേയും സ്വീകരിക്കാനും തള്ളാനുമുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അവിടെ മുന്നോട്ട് വയ്ക്കുന്നത് വലിയൊരു സ്വാതന്ത്ര്യത്തെയാണ്. നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം പോലെ സ്വതന്ത്ര ചിന്ത എന്നത്, എന്തിനേയും സ്വീകരിക്കാം, എന്തിനേയും തള്ളിക്കളയാം, അത് നിങ്ങളിൽ മാത്രം നിക്ഷിപ്തമായ കാര്യമാണ്. മറ്റൊരാൾക്ക് അതിൽ അഭിപ്രായം പറയാൻ അവകാശമില്ല. അതുകൊണ്ടാണ് ആരുടെയും മതസ്വാതന്ത്ര്യത്തെ തടയരുത് എന്ന് ഗുരു പറയുന്നത്. ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ ഗുരു ഒന്നിൻ്റെ ഭാഗമായിട്ട് നിന്ന് സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് 1916 നാം ജാതി മതഭേദങ്ങൾ വിട്ടിട്ട് ഇപ്പോൾ ഏതാനും സംവത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു, എന്നിട്ടും ചില പ്രത്യേക വർഗക്കാർ അവരുടെ ആളായി കരുതുന്നത് മൂലം നമ്മുടെ വാസ്തവത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിക്കാൻ ഇടയായിട്ടുണ്ടെന്ന് ഗുരുവിന് വിളംബരം ചെയ്യേണ്ടി വന്നത്. അത് 1916 വിളംബരം നടക്കുന്നതെങ്കിലും അതിൽ തന്നെ ഗുരു പറഞ്ഞിട്ടുണ്ട്, ഇത് വിട്ടിട്ട് ഏതാനും സംവത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിനും എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ഗുരുവിൻ്റെ ഈ ആശയം രൂപീകരിച്ചതാണെന്ന് വ്യക്തമാണ്. ശാശ്വതീകാനന്ദ സ്വാമി ഗുരുവിൻ്റെ ദർശനത്തെപ്പറ്റി പറയുമ്പോൾ പറയുന്നൊരു കാര്യം, ഗുരുദർശനത്തിൻ്റെ പ്രത്യേകത, നമ്മൾ ട്രെയിനിനകത്ത് നിന്ന് ട്രെയിനിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ നോക്കിയാൽ അത് അസാധ്യമാണ്. ട്രെയിനിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആ ട്രെയിനിൽ നിന്ന് നമ്മൾ പുറത്ത് വന്ന് ട്രെയിനിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ നോക്കണം. ഒരു മതത്തിൽ നിന്നുകൊണ്ട് ഗുരുവിന് എല്ലാ മതത്തെയും സമഭക്തിയോടെയും നമുക്ക് പഠിക്കണമെന്ന് പറയാൻ സാധിക്കില്ല. സമഭക്തിയോടെയും സമബുദ്ധിയോടെയും എല്ലാ മതങ്ങളും പഠിക്കണമെന്ന് പറയണമെങ്കിൽ ആദ്യം ഗുരു എല്ലാ മതങ്ങളിൽ നിന്നും പുറത്ത് വന്ന് ഈ കാര്യം പറയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഗുരു ജാതി മതങ്ങളെ ഉപേക്ഷിച്ചത്. ഇതിന് പുറത്ത് നിന്നുകൊണ്ടാണ് ഗുരു പറയുന്നതെല്ലാം. അപ്പം അതുകൊണ്ട് നിങ്ങൾ ക്രിസ്ത്യാനിയാണോ, ക്രിസ്തുമതം ഉപേക്ഷിക്കാൻ ഗുരു പറയുന്നില്ല. നിങ്ങൾ മുസ്ലിമാണോ, അതും ഉപേക്ഷിക്കാൻ പറയുന്നില്ല. നിങ്ങൾ ഏത് ഈശ്വരവിശ്വാസിയല്ലേ, ഗുരു ഒരിക്കൽ പോലും സഹോദരനോട് ഈശ്വരവിശ്വാസിയാകണമെന്ന് പറഞ്ഞിട്ടില്ല. ഗുരു പറഞ്ഞ ആശയത്തിന് വിരുദ്ധമാണ് സഹോദരൻ പറയുന്നതെന്ന് പറഞ്ഞിട്ട് പോലും ഗുരു പറഞ്ഞത് സഹോദരൻ പറയുന്നതിലും കാര്യമുണ്ട്, അതും ശരിയാണെന്നാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെന്ന് ഗുരു പറഞ്ഞപ്പോൾ സഹോദരൻ പറഞ്ഞത് ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന് വേണം ധർമ്മം, വേണം ധർമ്മം, വേണം ധർമ്മം യഥോചിതമെന്നാണ് ഗുരു പറഞ്ഞത്. അതും ശരിയാണെന്നാണ്, ഒരു അർത്ഥത്തിൽ അതും ശരിയാണ്. ഇതായിരുന്നു ഗുരുവിൻ്റെ വ്യക്തിത്വം. ഡോക്ടർ പൽപ്പു ഗുരുവിൻ്റെ മുന്നിൽ എപ്പോഴും തലപ്പാവ് അണിഞ്ഞാണ് നിൽക്കുന്നത്. അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, പൽപ്പുവിനെ തിരുത്തണം, പൽപ്പുവിന് അഹങ്കാരം കൂടുതലാണ്, ഗുരുവിൻ്റെ മുന്നിൽ തലപ്പാവ് അണിഞ്ഞേ നിൽക്കുള്ളൂ, ഗുരു അത് ഒന്ന് പറഞ്ഞ് നിർത്തിപ്പിക്കണം എന്ന് പറഞ്ഞു. ഗുരു പറഞ്ഞ മറുപടി ഇതൊന്നും ആയിരുന്നില്ല, പൽപ്പുവിൻ്റെ നട്ടല് ആരുടെ മുന്നിലും വളയരുതെന്നാണ്. ഇങ്ങനെ പറയാൻ ശേഷിയുണ്ടായിരുന്നൊരു ഗുരുവാണ്. അങ്ങനെയാണ് ഒരാൾ ആദരവ് പിടിച്ചു പറ്റുന്നത്. അല്ലാതെ എന്നെ എല്ലാവരും ഒന്ന് നമസ്കരിക്കണമെന്നും എൻ്റെ കാൽക്കൽ വീഴണമെന്നും എന്നെ മാത്രം ആരാധിക്കണം, എന്നിലൂടെ മാത്രമേ നിങ്ങൾക്ക് സത്യത്തിലേക്ക് എത്തിച്ചേരാവുള്ളൂ എന്ന് ഗുരു ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. അതാണ് ഗുരുവിൻ്റെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഗുരുവിൻ്റെ ദർശനത്തിലേക്കും കൂടി കടക്കാം. ദർശനം എന്നതിന് കാഴ്ചപ്പാട് എന്നൊരു അർത്ഥമുണ്ട്. ഫിലോസഫി എന്ന വാക്കിന് ഗ്രീക്ക് വാക്കാണ് ഫിലോസഫി, ഫിലോസോഫിയ, 2 വാക്കുകളാണ്. അറിവിനോടുള്ള സ്നേഹം എന്നാണ് അതിന് അർത്ഥം പറയാറ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഗുരു മുന്നോട്ട് വയ്ക്കുന്ന ഒരു അറിവ് മനുഷ്യനെ ചേർത്ത് നിർത്തുന്ന ഒരു അറിവാണ്. മനുഷ്യനെ എന്തിൻ്റെ എല്ലാം പേരിലാണോ മാറ്റി നിർത്തുന്നത് അതിൽ നിന്നുള്ള വ്യത്യസ്തമായി മനുഷ്യ സമൂഹത്തെ ഒന്നാക്കി ചേർത്തി നിർത്തുന്ന ഒരു ദർശനമാണ് ഗുരുദർശനം.
ഗുരുദർശനത്തിൽ ആദ്യമേ തന്നെ ഗുരു നിഷേധിക്കുന്ന കാര്യം ചാതുർവർണ്ണ്യമാണ്. ചാതുർവർണ്ണ്യത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഗുരു പറയുന്ന ഒന്നിനെയും നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആദ്യമേ തന്നെ മനുഷ്യ ഐക്യത്തിന് വിരുദ്ധമായി നിൽക്കുന്ന ചാതുർവർണ്ണത്തെ നിഷേധിക്കുകയാണ്. ചാതുർവർണ്ണ്യം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും മനുഷ്യർ, നമ്മളെല്ലാവരും ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന ഒരു സ്പീഷ്യസിൽ പെട്ടതാണ്. പശുവിന് ബോസ്റ്റേഴ്സ് എന്ന് പറയുന്ന സ്പീഷ്യസ് എന്ന് പറയുന്നത് പോലെ മനുഷ്യന് ഒരു സ്പീഷ്യസേ ഉള്ളൂ, അത് ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്നതാണ്. നായ്ക്കളെല്ലാം ഒരു സ്പീഷ്യസിൽ പെട്ടതാണ്, മനുഷ്യർ ഒരു സ്പീഷ്യസിൽ പെട്ടതാണ്, കഴുത മറ്റൊരു സ്പീഷ്യസാണ്, പൂച്ച മറ്റൊരു സ്പീഷ്യസാണ്, അതുപോലെ മനുഷ്യർ ഒരു സ്പീഷ്യസിലാണ്. അപ്പോൾ ഈ മനുഷ്യർ സ്പീഷ്യസിൽ പെട്ട എല്ലാവരും ഒന്നാണ്. ആ സ്പീഷ്യസിൽ പിന്നെ ഒരു ക്ലാസിഫിക്കേഷൻ ഇല്ല. അവിടെയാണ് മനുഷ്യനെ നാലായി തരംതിരിക്കുന്നത്: ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. ഇത് ജന്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നിങ്ങളുടെ അച്ഛൻ ബ്രാഹ്മണനും അമ്മ ബ്രാഹ്മണ സ്ത്രീയൊക്കെ ആണെങ്കിൽ നിങ്ങളും ബ്രാഹ്മണരായിരിക്കും. അതുപോലെ തന്നെ ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരും. പക്ഷേ ഈ നാലിലും പെടാത്ത ആൾക്കാരാണ് ഭൂരിഭാഗം ജനതയും. അവരൊക്കെ എങ്ങനെയുണ്ടായി എന്നുള്ളത് വലിയ ചോദ്യമാണ്. കാരണം ചട്ടമ്പി സ്വാമിയുടെ ഒരു പുസ്തകമുണ്ട്, വേദാധികാര നിരൂപണം. അതിൻ്റെ ലക്ഷ്യം തന്നെ ശൂദ്രർക്കും വേദം പഠിക്കാൻ അധികാരമുണ്ടെന്നാണ്. ശൂദ്രർ എന്ന് പറയുന്നത് നായർ വരെയുള്ള സമുദായത്തെയാണ് ശൂദ്രരായി പരിഗണിച്ചിരുന്നത്. അപ്പോൾ അതിന് താഴെയുള്ള സമൂഹമാണ് ഭൂരിഭാഗം. സംവരണത്തെപ്പറ്റി അടുത്ത സെഷൻ അതാണ്. അതിന് താഴേക്കുള്ള വിഭാഗമാണ് ഭൂരിഭാഗ ജനത. ഇവരൊന്നും ഈ ചാതുർവർണ്ണത്തിൽ പെടുത്തിയിരുന്നില്ല. ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ ഹിന്ദുക്കളല്ല ഭൂരിഭാഗ ജനതയും. ഇന്നിതൊക്കെ ഹിന്ദുക്കളാണ്. അപ്പോൾ ഈ താഴേക്കിടെയുള്ള വിഭാഗങ്ങളെ ഒന്നും ഇതിനകത്ത് പെടുത്തുന്നില്ല. ഇതൊരു പിരമിഡായിട്ട് കാണുകയാണെങ്കിൽ അതിന് ഏറ്റവും മുകളിൽ ബ്രാഹ്മണർ, അതിന് താഴെ ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. മുകളിലേക്ക് ചെല്ലുമ്പോൾ ജനസംഖ്യ കുറഞ്ഞു വരും. കുറച്ച് പേരുള്ള ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. അപ്പോൾ എന്തുകൊണ്ട് നേരെ ഒരു അറ്റാക്ക് ഉണ്ടാവുന്നില്ല എന്ന് ചോദിച്ചാൽ ഇതിനിടയിൽ പല പല ഉപജാതികളുണ്ട്. പെട്ടെന്നൊരു അറ്റാക്ക് ബ്രാഹ്മണർക്ക് ഉണ്ടാവില്ല. ഇതൊരു തട്ട് വ്യവസ്ഥയാണ്. അംബേദ്കർ അതിനെ ഗ്രേഡഡ് ഇൻഇക്വാളിറ്റി എന്ന് പറയും. ശ്രേണീകൃതമായ അസമത്വമാണ്. ഇതിനൊരു മറ്റൊരു പ്രത്യേകത, ഇത് മനുഷ്യരല്ല ഉണ്ടാക്കിയതെന്നാണ് മനുഷ്യർ പറഞ്ഞ് പഠിപ്പിച്ചിരുന്നത്. ദൈവം ഉണ്ടാക്കിയതാണ്. ദൈവം ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന 4 വേദങ്ങളാണ് അറിവിൻ്റെ പ്രഭവസ്ഥാനമായിരിക്കുന്നത്: ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവേദം. അതിൽ ഋഗ്വേദത്തിലെ പുരുഷ സൂക്തത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ബ്രാഹ്മണൻ ദൈവത്തിൻ്റെ വേദപുരുഷൻ്റെ മുഖത്തു നിന്നുണ്ടായി, കൈകളിൽ നിന്നും ക്ഷത്രിയനുണ്ടായി, തുടകളിൽ നിന്നും വൈശ്യനും, കാലുകളിൽ നിന്നും ശൂദ്രനും ഉണ്ടായി. എന്നിട്ട് ഇപ്പോൾ പറയുന്നത് ഈ കാലിൻ്റെ അതേ ഗുണം തന്നെയാണ് തലയ്ക്കുള്ളതെന്ന്. അങ്ങനെയല്ല, തലയ്ക്കാണ് എപ്പോഴും തല, കൈകൾ, തുട, കാലെന്ന് പറയുന്നത് തന്നെ അതിൻ്റെ തട്ട് വ്യവസ്ഥ നമുക്ക് വ്യക്തമാണ്. അപ്പോൾ ഇത് ദൈവത്തിൽ നിന്നുണ്ടായി എന്ന് പറയുമ്പോൾ ഇതിനെ ചോദ്യം ചെയ്യുക വഴി നമ്മൾ ദൈവത്തെ കൂടിയാണ് ചോദ്യം ചെയ്യുന്നത്. അതൊക്കെ കുബുദ്ധികളിൽ നിന്നും ഉണ്ടായി വന്നതാണ്. ഇത് ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് ചിന്തിച്ചവരാണ് ഈ ആശയം കൊണ്ടുവന്നത്. പക്ഷെ ഗുരു ചെയ്തത് ഇതെങ്ങനെയാണ് മരം പൊട്ടി മുളയ്ക്കുന്നത് പോലെയാണോ എന്നാണ് ചോദിച്ചത്. ഇങ്ങനെ കയ്യെന്നും മുഖത്തൊന്നും തുടയെന്നൊക്കെ ഉണ്ടായി വരാൻ വേണ്ടി. ഇനി മറ്റുള്ളവരൊക്കെ എങ്ങനെ ഉണ്ടായി? അവരൊക്കെ സ്വയംഭൂക്കളായ ദേവന്മാരാണ്. ചില ക്ഷേത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്, തന്നെ ഉണ്ടായ ശിലയാണെന്ന് പറയും. പ്രതിഷ്ഠിച്ചതൊന്നുമല്ല, തന്നെ ഉണ്ടായതാണെന്നൊക്കെ പറയുന്നുണ്ട്. പെരിയാർ പറഞ്ഞതുപോലെ മറ്റുള്ളവരൊക്കെ എങ്ങനെ ഉണ്ടായി? അവനവൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും ഉണ്ടായി. നമ്മളെല്ലാവരും അങ്ങനെയാണ് ഉണ്ടായത്. ഗുരു കൃത്യമായി പറയുന്നുണ്ട്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവുമില്ലതിൽ. നമ്മൾ മുഖത്തുനിന്നും കയ്യിൽ നിന്നും ഒന്നുമല്ല മനുഷ്യരുണ്ടായിട്ടുള്ളത്. മനുഷ്യരായി പിറന്ന എല്ലാവരും ഒരു അമ്മയുടെ വയറ്റിൽ 9 or 10 മാസം ഗർഭപാത്രത്തിൽ കിടന്ന് അമ്മയുടെ യോനിയിൽ നിന്നാണ് ജനിച്ചിട്ടുള്ളത്. ചിലപ്പോൾ ചിലർ സിസേറിയൻ മൂലം വയറ്റിൽ നിന്ന് തുറന്നെടുത്തിട്ടുണ്ടാവും. എന്നാലും എല്ലാവരുടെയും ജന്മരീതി തുല്യമാണ്. ഇതൊരിടത്ത് സംസാരിച്ചിട്ട് അശ്ലീലം പറഞ്ഞു എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും അശ്ലീലമല്ല. ഗുരുവിൻ്റെ ജാതി ലക്ഷണം എന്നൊരു കൃതിയുണ്ട്. അതിൽ ഗുരു വളരെ കൃത്യമായി പറയുന്നുണ്ട്, പുണർന്നു പെറുമെല്ലാം ഒരു ഇനമാണ്. ഒരു ജീവിയും മറ്റൊരു ജീവിയും തമ്മിൽ ഇണ ചേർന്ന് കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ആ 2 ജീവികളും ഒരു ഇനമാണ്, ഒരു സ്പീഷ്യസാണ്.
ഒരാനയും ഉറുമ്പും തമ്മിൽ കുട്ടി ഉണ്ടാവില്ല, കാരണം ഇത് രണ്ട് സ്പീഷ്യസ് ആണ്. ഇനി രണ്ടുപേരും തമ്മിൽ, ഒരു ബ്രാഹ്മണനും ഒരു ക്ഷത്രിയനും തമ്മിൽ ഇണചേർന്ന് കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ അത് ഒരു ജാതിയാണ്, കാരണം രണ്ടുപേരും മനുഷ്യരാണ്. അപ്പം അതുകൊണ്ടാണ് 1917 സഹോദരൻ അയ്യപ്പൻ നടത്തിയ മഹത്തായ കർമ്മമായിരുന്നു മിശ്ര ഭോജനം എന്നത്. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. ഇന്നതിൽ വലിയ പുതുമയൊന്നും തോന്നില്ല, പക്ഷെ അതിന് എല്ലാവരും എതിരായിരുന്നു. പ്രത്യേകിച്ച് ഗുരു എതിരായിരുന്നു എന്ന് ഒരു റൂമർ വ്യാപിച്ചിരുന്നു. അപ്പോൾ ഗുരുവിൻ്റെ അടുക്ക വരികയും ഇങ്ങനെ ഒരു കള്ളപ്രചാരണമുണ്ട്, അതിന് ഗുരു ഒരു മറുപടി നൽകണമെന്ന് സഹോദരൻ പറയുകയും ചെയ്തു. അപ്പോൾ ഗുരു സ്വന്തം കൈപ്പടയാൽ ഒരു കാര്യം എഴുതി കൊടുത്തിട്ടുണ്ട്. ഇന്നും നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ഗുരുവിൻ്റെ കൈപ്പടയാണ് മനുഷ്യരുടെ മതം, വേഷം, ഭാഷ എന്നിവ എങ്ങനെ ഇരുന്നാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തി ഭോജനവും നടത്തുന്നതിൽ യാതൊരു ദോഷവുമില്ല. സഹോദരൻ ആവശ്യപ്പെട്ടത് പരസ്പരം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു അനുവാദം. അതിൻ്റെ കൂടെ ഗുരു ഒരു കാര്യം കൂടി ചേർത്ത് പറയുന്നു, പരസ്പരം വിവാഹവും കഴിക്കുന്നതിന് യാതൊരു ദോഷവുമില്ല എന്ന് പറയുക മാത്രമല്ല, ഇന്ന് ക്ഷേത്രങ്ങളിലാണ് വിവാഹം നടക്കുന്നത്. അതിൻ്റെ തുടക്കം കുറിച്ചത് ശിവഗിരിയിലെ ശാരദാ മഠത്തിൽ നിന്നായിരുന്നു. അവിടെ ഗുരു തന്നെയാണ് ആ വിവാഹം നടത്തിക്കൊടുത്തത്. അതൊരു പ്രണയ വിവാഹമായിരുന്നു. വീട്ടുകാരൊക്കെ എതിരായിരുന്നു, പക്ഷെ ഗുരു അത് നടത്തിക്കൊടുത്തു. പരവൂരുകാരനായ കരുണാകരനും ജർമ്മനിക്കാരിയായ മാർഗരറ്റും, അവർ രണ്ടുപേരും രണ്ട് മതത്തിലുള്ളവരാണ്, രണ്ട് സംസ്കാരത്തിൽ വളർന്നവരാണ്, രണ്ട് ഭാഷ സംസാരിക്കുന്നവരാണ്. എങ്ങനെ നോക്കിയാലും വ്യത്യസ്തതകൾ ഒരുപാടുള്ളവരാണ്. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായി നിന്ന രണ്ട് മനുഷ്യരെ ഒരു കൂട്ടിച്ചേർക്കുകയാണ് ഉണ്ടായത്. എന്നിട്ട് ഗുരു ഒരു കാര്യം പറയുന്നുണ്ട്, മനുഷ്യനും മനുഷ്യനും തമ്മിൽ സാഹോദര്യം ഉദിക്കണം, മനുഷ്യകുലം ഒന്നാകണം, പാശ്ചാത്യരെന്നും പൗരസ്ഥരും എന്നുള്ള വ്യത്യാസം ഇല്ലാതെയാകണം, മനുഷ്യകുലം ഒന്നാകണം. ഇത് ഗുരുവിൻ്റെ മഹത്തായ ആശയമാണ്. അപ്പോൾ അവിടെ ഗുരു അങ്ങനെ പറയുമ്പോൾ ഇന്ന് സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്നത് ലവ് ജിഹാദ് പോലുള്ള ഇല്ലാത്ത കഥകളൊക്കെയാണ്. ഞാനൊരു പ്രഭാഷണത്തിന് 2 മാസം മുമ്പ് ഒരിടത്ത് പോയപ്പോൾ എന്നോട് പറഞ്ഞത്, ഏറ്റവും കൂടുതൽ ഊന്നിപ്പറയേണ്ട കാര്യം ഹിന്ദു പെൺകുട്ടികളെ മുഴുവൻ മുസ്ലിം ആൺകുട്ടികൾ പ്രണയം നടിച്ച് വശമാക്കി മതം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, അതിനെതിരെ ആയിരിക്കണം ഏറ്റവും കൂടുതൽ സംസാരിക്കണമെന്ന് പറഞ്ഞ് സംസാരിക്കാം. പക്ഷെ ഞാൻ അവിടെ പറഞ്ഞത്, എനിക്ക് ഗുരുവിൻ്റെ പക്ഷത്ത് നിന്ന് സംസാരിക്കാനേ പറ്റുള്ളൂ. ഗുരു പറഞ്ഞിരിക്കുന്ന ഇതാണ്, മനുഷ്യരുടെ മതം, വേഷം, ഭാഷ മുതലായവ എങ്ങനെ ഇരുന്നാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് പരസ്പരം വിവാഹവും പന്തി ഭോജനവും നടത്തുന്നതിൽ യാതൊരു ദോഷവുമില്ല. ഇതാണ് ഗുരുവിൻ്റെ അഭിപ്രായം. ഇതിനെ നമുക്ക് ഊന്നി പറയാൻ പറ്റുള്ളൂ. മറ്റെല്ലാം സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാകാൻ വേണ്ടി പല കാര്യങ്ങളും പല കാലങ്ങളിൽ സമൂഹത്തിലേക്ക് അഴിച്ചുവിടുന്നുണ്ട്. പുതിയ കാലത്തിലാണെങ്കിൽ കേരള സ്റ്റോറി പോലുള്ള ഇല്ലാത്ത കഥകളൊക്കെ വെച്ചുകൊണ്ട് സിനിമ എന്ന പേരിൽ പല കാര്യങ്ങളും മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാനിത് സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, ഗുരു പറയുന്നത് ഒരു ജാതിയേ ഉള്ളൂ, അത് മനുഷ്യജാതിയാണ്. മനുഷ്യാണാം മനുഷ്യത്വം ജാതി, മനുഷ്യൻ്റെ ജാതി മനുഷ്യത്വം മാത്രമാണ്. ഇനി അതിൻ്റെ താഴെ ഗുരു പറയുന്ന മനുഷ്യാണം മനുഷ്യത്വം ജാതിർ ഗോത്വം ഗവാം യഥ. എങ്ങനെയാണോ പശുവിന് പശുത്വം ജാതിയായിരിക്കുന്നത്, ഗോത്വം ജാതിയായിരിക്കുന്നത്, അതുപോലെ മനുഷ്യൻ്റെ ജാതി മനുഷ്യത്വം മാത്രമാണ്. ന ബ്രാഹ്മണാതിരസ്യൈവം ഹാ തത്വം വേത്തി കോപിന. ബ്രാഹ്മണൻ മുതലായവയൊന്നും ജാതിയല്ല, അതില്ലാത്തൊരു കാര്യമാണ്. ഇല്ലാത്തൊരു കാര്യം ഉണ്ട് എന്ന് നമ്മെ പറഞ്ഞ് പറ്റിച്ചിരിക്കുകയാണ്. ഇത് എഴുതി വച്ചിരിക്കുന്നത് സ്മൃതികളിൽ മാത്രമൊന്നുമല്ല കേട്ടോ, ശ്രുതിയിലാണ്, വേദത്തിലാണ് എഴുതി വച്ചിരിക്കുന്നത്, പുരുഷ സൂക്തത്തിലാണ്. അപ്പോൾ നമ്മൾ പുരുഷ സൂക്ത പുഷ്പാഞ്ജലി കഴിക്കാൻ വേണ്ടി പൈസ കൊടുത്ത് രസീത് മേടിച്ച് ശ്രീകോവിൽ പോയി ഈ പുരുഷ സൂക്ത പുഷ്പാഞ്ജലി കഴിക്കുമ്പോൾ അവിടെ അകത്ത് പറയുന്ന മന്ത്രം ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ബ്രാഹ്മണൻ മുഖത്തു നിന്നുണ്ടായി, ദൈവത്തിൻ്റെ മുഖത്തു നിന്നുണ്ടായി, ക്ഷത്രിയൻ കയ്യിൽ നിന്നുണ്ടായി എന്നൊക്കെ പറഞ്ഞ് കാലിൽ നിന്ന് ശൂദ്രനുണ്ടായി എന്ന് പറയും. അപ്പം നമ്മളെങ്ങനെ ഉണ്ടായി? നമ്മൾ ഇല്ലാത്തൊരു കാര്യത്തെ പറ്റിയിട്ടാണ് അകത്ത് ഈ മന്ത്രത്തിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി പുരുഷ സൂക്ത പുഷ്പാഞ്ജലിക്കൊക്കെ രസീത് എഴുതുമ്പോൾ ഇങ്ങനെ കൂടി ചിന്തിക്കുക, ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളത്. വേദാന്തത്തിൻ്റെ തന്നെ 3 പ്രമാണ ഗ്രന്ഥങ്ങളുണ്ട്. ഒന്ന് ഭഗവത്ഗീത, ബ്രഹ്മസൂത്രം, ഉപനിഷത്തുകൾ. അതിലെ
വേദത്തിൽപ്പെട്ട ഭാഗമാണ് ഇവിടെ പറഞ്ഞത്. ഇനി ഗീതയിൽ പറയുന്നുണ്ട്, ഭഗവത്ഗീതയിൽ ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ എന്നാണ് പറഞ്ഞത്. ഇത് ജന്മം കൊണ്ടല്ല, ഗുണത്തിൻ്റെയും കർമ്മത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഈ 4 വർണ്ണം നിശ്ചയിക്കുന്നത്. 3 ഗുണമാണുള്ളത്: സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. പക്ഷെ 4 വർണ്ണമുണ്ട്: ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. ഇത് തമ്മിൽ പൊരുത്തപ്പെടില്ല. ഗുരു ചോദിക്കുന്നുണ്ട്, ഗുണകർമ്മങ്ങളിൽ സ്ഥായിയായി ഒന്നുമില്ലല്ലോ, ഇതെപ്പോഴും മാറിക്കൊണ്ടിരിക്കും, പിന്നെ ഇത് വെച്ച് എങ്ങനെയാണ് വർണ്ണത്തെ നിശ്ചയിക്കാൻ സാധിക്കുക? അപ്പം ഞാനിവിടെ നിന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നു, ഇത് ബ്രാഹ്മണൻ്റെ കർമ്മമാണ്. പഠിപ്പിക്കുക എന്നുള്ളത്, യുദ്ധം ചെയ്യുക അല്ലെങ്കിൽ ഭരിക്കുക എന്നുള്ളത് ക്ഷത്രിയൻ്റെ കർമ്മമാണ്. ഒരു കാര്യം വിൽക്കുക, വിൽപ്പന നടത്തുക, കച്ചവടം ചെയ്യുക, അത് വൈശ്യൻ്റെ കർമ്മമാണ്. ഞാൻ ഷേവ് ചെയ്യുന്നു, അത് ശൂദ്രൻ്റെ കർമ്മമാണ്. ഒരു ദിവസം തന്നെ നമ്മൾ തന്നെ ഈ പല കാര്യങ്ങൾ മാറി മാറി ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇല്ലേ? ഇത് വെച്ചിട്ട് വർണ്ണം മാറുമെങ്കിൽ, കർമ്മം വെച്ചിട്ടും നമ്മുടെ ഗുണം വെച്ചിട്ടൊക്കെ വർണ്ണം മാറുമെങ്കിൽ, ഈ ഇന്ന് ജാതി സർട്ടിഫിക്കറ്റ് തരുന്നത് വില്ലേജ് ഓഫീസറാണ്. എത്രയോ പ്രാവശ്യം നമുക്ക് സർട്ടിഫിക്കറ്റ് തരേണ്ടി വരും. അത് വെച്ചിട്ടല്ല നമുക്ക് വില്ലേജ് ഓഫീസർ സർട്ടിഫിക്കറ്റ് തരുന്നത്, ജന്മം കൊണ്ടാണ് ഒരാൾ ഇന്ന ജാതിയിൽപ്പെട്ടതാണെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ജന്മം കൊണ്ട് എല്ലാവരും മനുഷ്യരാണെന്ന് ഗുരു പറയുന്നു. ഇനി അതിൻ്റെ താഴെ ഒരുപാട് കാര്യം പറഞ്ഞിട്ട് അത് കൂടുതൽ പറയാനുള്ള സമയമല്ല, നിങ്ങൾ വായിച്ചു നോക്കുക. ജാതി ലക്ഷണം എന്ന കൃതി. ഓരോ ഇനത്തിലും മെയ്യും ഓരോ മാതിരി ഒച്ചയും മണവും ചുവയും ചൂടും തണുവും നോക്കും ഓർക്കണം. തുടർന്ന് ഓരോന്നിലും വെവ്വേറെ അടയാളം ഇരിക്കിയാൽ അറിഞ്ഞിടുന്നു വെവ്വേറെ പിരിച്ച് ഓരോന്നും ഇങ്ങുന്ന എന്നൊക്കെ പറയുന്നുണ്ട്. ഓരോ ജീവികൾക്കും, ഓരോ ജീവി എന്ന് പറയുമ്പോൾ ഓരോ ജാതികൾക്കും വ്യത്യസ്തമായ നോട്ടമാണുള്ളത്, വ്യത്യസ്തമായ ചൂടും തണുപ്പും ഉണ്ട്, അവർക്ക് പ്രത്യേക അടയാളങ്ങളുണ്ട്. അങ്ങനെ മനുഷ്യർക്ക് പൊതുവായ നോട്ടമുണ്ട്, മനുഷ്യർക്ക് പൊതുവായ ചൂടും തണുപ്പും ഉണ്ട്, മനുഷ്യർക്ക് പൊതുവായ അടയാളങ്ങളുണ്ട്. ഇതുപോലെ ഓരോ ജീവികൾക്കും ഉണ്ട്. ഇത് മനുഷ്യജാതിയെ കുറിക്കുന്നതാണ്. നമ്മുടെ കണ്ണുകൾ പലരുടെയും വ്യത്യസ്തമാണെങ്കിലും മനുഷ്യന് പൊതുവായൊരു നോട്ടമുണ്ട്, മനുഷ്യന് പൊതുവായ മണമുണ്ട്, മനുഷ്യന് പൊതുവായ രുചിയുണ്ട്. നമ്മുടെ തൊലിക്കൊക്കെ ഏകദേശം ഒരു രുചിയാണ് ഇറച്ചികൾക്ക്. അപ്പോൾ അത് ഒരു ജാതിയെ കുറിക്കുന്നതാണ്. ഇതൊരു ബയോളജിസ്റ്റിനെ പോലെയാണ് ഗുരു ജാതിയെപ്പറ്റി സംസാരിക്കുമ്പോൾ പറയുന്നത്. എന്നിട്ടും ഗുരു പറയുന്നുണ്ട്, ഒരു നായയ്ക്ക് മറ്റൊരു നായയെ കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കും, പക്ഷേ ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റില്ല. നായ്ക്കളേക്കാൾ കഷ്ടമാണല്ലോ മനുഷ്യൻ്റെ അവസ്ഥ എന്ന്. അപ്പോൾ ജാതി എന്ന് പറയുന്നത് ഇത്തരം ഗ്രന്ഥങ്ങളിലൊക്കെ ഇങ്ങനെയാണ് എഴുതുന്നതെങ്കിലും ബ്രഹ്മസൂത്രത്തിലെ അപശൂദ്രാധികരണത്തിലൊക്കെ ശൂദ്രർക്ക് വേദം പഠിക്കാൻ പാടില്ല, അത് പഠിക്കുന്നവൻ്റെ ശരീരം പിളർക്കണം, ചെവിയിൽ ഈയവും അരക്കും കൂട്ടി ഉരുക്കി ഒഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഗുരു ഇതിനൊക്കെ നിഷേധിക്കുകയാണ്. എന്നിട്ട് പകരം ചില കാര്യങ്ങളെയാണ് വെച്ച് തരുന്നത്. ഗുരു മുന്നോട്ട് വയ്ക്കുന്ന ടീച്ചിങ്സ് മറ്റ് പലതുമാണ്. ഇതിനെയൊന്നും ഗുരു സ്വീകരിക്കുന്നില്ല. വേദം അപൗരുഷേയമാണ്, ഇത് ദൈവം നേരിട്ട് പറഞ്ഞു തന്നാണ്, ദൈവം എഴുതി വെച്ചതാണെന്നൊക്കെ പറയുമ്പോൾ ഗുരു പറയുന്നത് അങ്ങനെയല്ല, ഇതാരാണ് എഴുതിയതെന്ന് നമുക്കറിയില്ല എന്നേ അപൗരുഷേയം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കേണ്ടതുള്ളൂ എന്നും പറയുന്നുണ്ട്. ഗുരുവിൻ്റെ മതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. ഒരു ജാതി എന്നത് സ്പഷ്ടമാണ്, അത് മനുഷ്യജാതിയാണ്. ഇനി ഒരു മതം എന്നുള്ളത്, മതം എന്നുള്ളതിന് അഭിപ്രായം എന്നൊരു അർത്ഥം കൊടുക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ആത്മോപദേശ ശതകത്തിലെ 49-ാമത്തെ പദ്യത്തിൽ ഗുരു ഇങ്ങനെ പറയുന്നുണ്ട്: അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇങ്ങു സദാപി ചെയ്തിടുന്നു, ജഗതിയിൽ ഇമ്മതം ഏകം എന്ന് ചിന്തിച്ച് അകമണയാതകതാരമർത്തിടേണം. എല്ലാവരുടെയും മതത്തിൻ്റെ സാരമായിരിക്കുന്നത് ആത്മസുഖമാണ്, സ്വന്തം സുഖമാണ്. സകല ജീവികളും, നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും ഓരോ ജീവികളും ചെയ്യുന്നതും സ്വന്തം സുഖത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ എന്തിനാണ് നല്ല വസ്ത്രം ധരിക്കുന്നത്? നമ്മുടെ സുഖത്തിന് വേണ്ടിയിട്ടാണ്. ഭാര്യ ഭർത്താവിന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് ഭർത്താവിൻ്റെ സന്തോഷത്തിന് വേണ്ടി മാത്രമല്ല, ഭാര്യയുടെ കൂടി സന്തോഷത്തിനാണ്. നേരെ തിരിച്ചും, ഭാര്യയ്ക്ക് മാത്രം ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, ഭർത്താവിന് ഭാര്യയ്ക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക. ഇത് ഭാര്യ ഭജതി ഭർത്താരം ഭർത്താ ഭാര്യ ന കേവലം സ്വാനന്ദം ഏവ ധ്യായന്തി എന്ന് ദർശനമാലയിലും ഗുരു പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അഭിപ്രായത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല, എല്ലാവരുടെയും മതം ഒന്നാണെന്നുള്ളത്. ഇനി മറ്റൊരു മതം എന്നുള്ളത് ഈ ക്രിസ്തു മതം, ഇസ്ലാം മതം മുതലായ മതങ്ങളാണ്. അത്
1925 CV കുഞ്ഞിരാമനുമായി നടത്തിയ ഒരു സംഭാഷണം കേരള കൗമുദിയിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതിൽ ഗുരു ഇങ്ങനെ പറയുന്നുണ്ട്: ഹിന്ദുമതം എന്നൊരു മതമേ ഇല്ലല്ലോ. ഹിന്ദുസ്ഥാൻ നിവാസികളെ ഹിന്ദുക്കൾ എന്ന് വിളിച്ചു പോരുന്നു. അങ്ങനെ നോക്കിയാൽ ഹിന്ദുസ്ഥാൻ നിവാസികളായ ഇസ്ലാം മതവിശ്വാസികളുടെയും ക്രിസ്തു മതവിശ്വാസികളുടെയും മതവും ഹിന്ദുമതം തന്നെ. അങ്ങനെ ആരും പറയുന്നുമില്ലല്ലോ. ഇന്ന് ഹിന്ദുമതം എന്ന് പൊതുപേര് ഇട്ട് വിളിക്കുന്നത് വ്യത്യസ്തമായ പല മതങ്ങളെയും ചേർത്ത് വിളിക്കുന്ന ഒരു പൊതുപേര് മാത്രമാണ്. സാങ്ക്യം, യോഗം, ന്യായം, വൈശേഷികം, പൂർവമീമാംസ, ഉത്തരമീമാംസ, ശൈവം, ബൗദ്ധം, ശാക്തേയം, ഇങ്ങനെയൊക്കെ ഒരുപാട് മതങ്ങളുണ്ട്. ഇതെല്ലാത്തിനും വ്യത്യസ്തമായ ഗ്രന്ഥങ്ങളുണ്ട്. അവരാരാധിക്കുന്ന ദൈവം വേറെയാണ്. ഇപ്പോൾ വൈഷ്ണവത്തിലാണെങ്കിൽ വിഷ്ണുവാണ് ദൈവം, വിഷ്ണു പുരാണമാണ് പ്രമാണം, അതൊരു മതമാണ്. ഇവർ ശിവനെ ദൈവമായിട്ട് സ്വീകരിക്കുന്നില്ല. അവർ ഭസ്മം തൊടുവില്ല, അവർ ചന്ദനം മാത്രമേ തൊടുകയുള്ളൂ. ശിവൻ്റെ ആൾക്കാർ മാത്രമാണ് ഭസ്മം തൊടുകയുള്ളൂ. ശിവൻ്റെ ആൾക്കാർ മാത്രമേ രുദ്രാക്ഷമാല ധരിക്കുകയുള്ളൂ. ഇത് തന്നെ വ്യത്യസ്ത മതങ്ങളായിട്ട് നിൽക്കുകയായിരുന്നു. പക്ഷേ ഇന്ന് ഈ ശൈവവും ബൗദ്ധവും ശാക്തേയവും വൈഷ്ണവൊന്നുമില്ല. ഇതെല്ലാത്തിനെയും കൂടി ചേർത്തുകൊണ്ട് ഹിന്ദുമതം എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഈ ഹിന്ദുമതം എന്താണെന്ന് കൃത്യമായിട്ട് നിർവചിക്കാൻ പറ്റാത്തത്. ഹിന്ദുമതം എന്നത് ഇല്ലാത്തൊരു മതമാണ്. ഒരു അവിയൽ പോലെ അതിനകത്ത് ഒരുപാട് പച്ചക്കറിയാണ്, അതിനെല്ലാത്തിനെയും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു പൊതു പേരിട്ട് വിളിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഗുരു പറയുന്നു, ഹിന്ദുമതം എന്നൊരു മതമേ ഇല്ലല്ലോ. ഹിന്ദുസ്ഥാൻ നിവാസികളെ ഹിന്ദുക്കളെന്ന് വിളിച്ചു പോരുന്നു. ഇത്തരം വ്യത്യസ്ത മതങ്ങളെ ചേർത്ത് വിളിക്കുന്ന ഒരു പൊതു പേര് മാത്രമാണ് ഹിന്ദുമതം എന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി ഇതിന് പുറത്ത് കുറച്ച് മതമൊക്കെയല്ലേ ഉള്ളൂ. ഒരു ഇസ്ലാം മതവും ക്രിസ്തു മതവും, അങ്ങനെ കുറച്ച് മതങ്ങളൊക്കെ ഉള്ളൂ. ഈ സാങ്ക്യത്തിനും ബൗദ്ധത്തിനൊക്കെ ഓരോരോ ആചാര്യന്മാരുണ്ട്. ഇപ്പോൾ യോഗയുടെ ആണെങ്കിൽ പതഞ്ജലിയാണ് അതിൻ്റെ ആചാര്യനായിരിക്കുന്നത്. വേദാന്തത്തിൻ്റെ ആണെങ്കിൽ ബാദരായണനാണ്. രണ്ടിനും രണ്ട് ആചാര്യന്മാർ തന്നെ വരുന്നു. അങ്ങനെയാണെങ്കിൽ മറ്റു മതങ്ങളെയും കൂടി ചേർത്തുകൊണ്ട്, ഇസ്ലാം മതം, ക്രിസ്തു മതം, അങ്ങനെയുള്ള മറ്റു മതങ്ങളെ എല്ലാത്തിനെയും കൂടി ചേർത്തുകൊണ്ട് ഒരു മതം എന്നൊരു പൊതു പേര് ഇട്ട് വിളിക്കുന്നതിൽ എന്താണ് യുക്തിക്ക് ഭംഗം വരിക? ഇങ്ങനെ വിളിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അതാണ് ഗുരു മുന്നോട്ട് വയ്ക്കുന്ന ഒരു മതം എന്ന ആശയം. ഇനി മതം എന്നത് ഒരു കമ്പനി പോലെയാണെന്ന് പറയുന്നുണ്ട്. കമ്പനിയിൽ ആൾ ചേർക്കുന്നതോടുകൂടി ആ കമ്പനിക്ക് വളർച്ചയുണ്ടാവും. അങ്ങനെയായിരുന്നു ഗുരുവിൻ്റെ കാലത്തെ ഒരു മതമുണ്ടായത്. പലരും മതം മാറി ഹിന്ദു മതത്തിൽ നിന്നും മറ്റു മതത്തിലേക്ക് പോകാൻ കാരണം ഹിന്ദു മതത്തിനകത്ത് നിന്ന ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഗുരു ചോദിക്കുന്നത്, അപ്പോൾ മനുഷ്യർക്ക് മാത്രമല്ല മതത്തിനും മാറ്റം വരണമെന്നാണ്. കാരണം ഈ മതത്തിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളാണ്. ദൈവമായിട്ട് ആരാധിക്കുന്നവരെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല, ക്ഷേത്രത്തിൻ്റെ വഴിയിൽ കൂടി പോലും നടക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. അപ്പം അങ്ങനെ ഒരു മതത്തിൽ നിൽക്കേണ്ട കാര്യമില്ല. മതം മാറിയാൽ എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യവും ലഭിക്കുമെങ്കിൽ മതം മാറുന്നതാണ് നല്ലതെന്ന് കരുതി പലരും മതം മാറിപ്പോയി. ചിലരൊക്കെ മതം മാറിയില്ല. പക്ഷെ ഗുരു പറഞ്ഞത് മതം മാറുക എന്ന് വെച്ചാൽ യഥാർത്ഥ മതം മാറ്റം. ഇന്നലെ വരെ മത്സ്യവും മാംസവും കഴിച്ചുകൊണ്ടിരുന്ന നിങ്ങൾ അത് നിർത്തിയെന്ന് കരുതുക, നിങ്ങളുടെ മതം മാറി. അതാണ് ശരിയായ മതം മാറ്റം. ഇന്ന് നിങ്ങൾ മുസ്ലിം ആയിരുന്നയാൾ നാളെ ക്രിസ്ത്യാനിയായി, ഒരു മതവും മാറിയിട്ടില്ല. വെറുതെ ഒരു മതം മാറ്റം എന്നൊക്കെ പറയാവുന്നതാണ്. അതല്ല യഥാർത്ഥ മതം മാറ്റം എന്ന് പറയുന്നത്. യഥാർത്ഥ മതം മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ആശയങ്ങളിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ അതുകൊണ്ട് മതം മാറ്റത്തെ പറ്റിയിട്ട് ഗുരു പറയുന്നത്, ഇന്നലെ വരെ നിങ്ങൾ മത്സ്യവും മാംസവും കഴിച്ച ഒരാളാണെങ്കിൽ നാളെ അവയിൽ നിന്നും മാറ്റം വന്നാൽ അതാണ് യഥാർത്ഥത്തിലുള്ള മതം മാറ്റം എന്ന് പറയുന്നത്. ബാക്കിയുള്ളതിനെ മതം മാറ്റമായിട്ട് കരുതാൻ സാധിക്കില്ല. അപ്പോൾ അവിടെയും ഗുരുവിൻ്റെ ഈ വാക്യം പ്രസക്തമാണ്. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഇനി മതം ഉണ്ടെന്നും ഇല്ലെന്നും പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും വേണം. ഇഷ്ടം പോലെ മതം ഉണ്ടെന്നും ഇല്ല എന്നും പറയാനുള്ള സ്വാതന്ത്ര്യം. ഇതാണ് ഗുരു മുന്നോട്ട് വയ്ക്കുന്ന മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. നിങ്ങൾ മതം മാറി, ഒരുപാട് പേര് മതം മാറി പോകുന്നുണ്ട്. 1936 ക്ഷേത്രപ്രവേശന വിളംബരം വരുന്നത്. അതിന് എത്രയോ വർഷം മുമ്പ് 88 തന്നെ അരുവിപ്പുറം പ്രതിഷ്ഠ നടക്കുന്നുണ്ട്. അരുവിപ്പുറം പ്രതിഷ്ഠയുടെ ഒപ്പം തന്നെ ഗുരു 4 വരി എഴുതി വയ്ക്കുന്നുണ്ട്. അവിടെ എല്ലാവർക്കും
പ്രവേശനമുണ്ടെന്ന് വ്യക്തമായിട്ട് ഡോക്യുമെൻ്റഡ് ആണ്, എഴുതി വച്ചിട്ടുണ്ട്. എന്നിട്ടും 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നത്. അതിനും എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ക്ഷേത്രത്തിൽ പലരും കയറി തുടങ്ങിയത്. വൈക്കം സത്യവർ 1924 നടക്കുമ്പോൾ ക്ഷേത്രത്തിനകത്ത് കയറാൻ വേണ്ടിയിട്ടല്ല, ക്ഷേത്രത്തിൻ്റെ വഴിയിൽ കൂടി നടക്കാൻ വേണ്ടിയിട്ടുള്ള സമരമായിരുന്നു. 1936 ക്ഷേത്രപ്രവേശന വിളംബരം CVA പോലുള്ള ആൾക്കാരൊക്കെ ഒരുപാട് ബ്ലാക്ക് മെയിൽ ചെയ്തതിൻ്റെ ഫലമായിട്ട് നടന്നതാണ്. കാരണം കൂട്ടത്തോടെ മറ്റു മതത്തിലേക്ക് ക്രിസ്തു മതം സ്വീകരിക്കുമെന്നൊക്കെ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ തുറന്നു കൊടുക്കാമെന്ന് രാജാവൊക്കെ സമ്മതിച്ചത്. അതല്ലെങ്കിൽ അവരൊക്കെ പൂട്ടിപ്പോകുന്ന അവസ്ഥയായിരുന്നു. അപ്പോൾ അവിടെയും കാണേണ്ട ഒരു കാര്യം, നമ്മളുടെയൊക്കെ സഹോദരങ്ങളുണ്ട് അന്നത്തെ കാലത്തുണ്ടായിരുന്നത്. ഇതിൽ പല ആൾക്കാരും ഇസ്ലാം മതത്തിലേക്കും ക്രിസ്തു മതത്തിലേക്കൊക്കെ മതം മാറി പോയിട്ടുണ്ട്. എന്നിട്ടും കുറേ പേർ മതം മാറാതെ നിന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ എന്നൊക്കെ പറയുന്നവരാരാണ്? സത്യത്തിൽ നമ്മുടെയൊക്കെ സഹോദരങ്ങളാണ്. നമുക്ക് മുന്നേ നമ്മുടെ സഹോദരങ്ങൾ മതം മാറി പോയവരാണ് ക്രിസ്ത്യാനികളും അതുപോലെ മുസ്ലിങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്നവർ. അപ്പോൾ ഇന്ന് അവരെയൊക്കെ ശത്രുക്കളായി കാണണം, അവരെയൊക്കെ വകവരുത്തണം, അവരെയൊക്കെ കൊല്ലണം എന്നൊക്കെ ആരെങ്കിലും പറയുമ്പോൾ അവർ പറയുന്നത് നമ്മുടെ സഹോദരങ്ങളെ തന്നെ വകവരുത്തണമെന്നാണ്. ഗുരു പഠിപ്പിക്കുന്ന ആശയം മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നാണ്. പല മതസാരവും ഏകം എന്നാണ്. എല്ലാവരുടെയും മതങ്ങളുടെ സാരം ഒന്നാണ് എന്ന് മനസ്സിലാക്കാതെ ഉലകിലൊരാനയിൽ അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞു പാമരന്മാർ അലവത് കണ്ട് അലയാതെ അമർന്നിടണം. കണ്ണ് കാണാത്ത ആളുകൾ ആനയെ കാണാൻ പോകുമ്പോൾ അവർ ആനയുടെ ഓരോരോ അവയവങ്ങളിൽ ചെന്ന് പിടിക്കും. കാലിൽ ചെന്ന് പിടിച്ച ആൾ തൂണ് പോലെയാണെന്ന് പറഞ്ഞു. ആന തൂണ് പോലെയല്ല, പക്ഷെ ആനയുടെ കാലിലാണ് ചെന്ന് പിടിച്ചത്. അപ്പോൾ ആൾ വിചാരിച്ചു ആന എന്ന് പറയുന്നത് ഒരു തൂണ് പോലെയുള്ള ജീവിയാണെന്ന്. അപ്പോൾ അടുത്ത ആൾ പറഞ്ഞു ഇല്ല, ആന തൂണ് പോലെയുള്ള ജീവിയല്ല, ആന മുറം പോലെയുള്ള ജീവിയാണ്. അദ്ദേഹം ചെന്ന് പിടിച്ചത് ആനയുടെ ചെവിയിലാണ്. അപ്പം മറ്റൊരാൾ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും പറയുന്നത് തെറ്റാണ്, ആന ചൂല് പോലെയുള്ള ജീവിയാണ്. ആൾ ചെന്ന് പിടിച്ചത് ആനയുടെ വാലിലാണ്. പക്ഷേ ഇവരെല്ലാവരും പറഞ്ഞതിൽ ചെറിയ ചെറിയ സത്യവുമുണ്ട്, എന്നാൽ ഇവർ പറഞ്ഞത് മാത്രമായിരുന്നില്ല സത്യവും. ആന ചൂല് പോലെയല്ല, ആനയുടെ വാല് ചൂല് പോലെയാണ്. ആന തൂണ് പോലെയല്ല, ആനയുടെ കാല് തൂണ് പോലെയാണ്. അപ്പോൾ ആനയെ അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനെല്ലാത്തിനെയും കൂടി ചേർത്ത് വയ്ക്കുമ്പോഴാണ് ആനയുടെ പൂർണ്ണ ചിത്രം ലഭിക്കൂ. മതങ്ങളുടെ കാര്യം ഇതുപോലെയാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക മതം മാത്രമാണ് സത്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലത്തെ തൂണ് പോലെയാണ്, ചൂല് പോലെയാണെന്നുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുന്നത് പോലെയാണ്. ആനയുടെ ചിത്രം പൂർണ്ണമാകണമെങ്കിൽ അതിനെല്ലാം ചേർത്ത് വയ്ക്കണമെന്ന് പറയുന്നത് പോലെ മതങ്ങളുടെ ചിത്രം കൃത്യമായി കിട്ടണമെങ്കിൽ ഈ മതങ്ങളെ എല്ലാത്തിനെയും ചേർത്ത് വെച്ചുകൊണ്ട് പഠിക്കണം. അപ്പോഴാണ് പല മതസാരവും ഏകമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിന് വിരുദ്ധമായ ആശയമാണ് നമ്മുടെ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഗുരു എന്നിട്ട് വീണ്ടും പറയുന്നുണ്ട് ഉലകിൽ ഒരാനയിൽ അന്ധരെന്ന പോലെ. അവിടെ അന്ധരെന്ന വാക്കിന് അറിവില്ലാത്തവരെന്നുള്ള അർത്ഥത്തിലാണ് എടുക്കേണ്ടത്. അറിവില്ലാത്ത മനുഷ്യർ ഇതാണ്, ഈ മതം മാത്രമാണ് ശരി, മറ്റു മതങ്ങളൊക്കെയും തെറ്റെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി മതത്തെപ്പറ്റി വീണ്ടും പറയുന്നുണ്ട്, പൊരുതു ജയിപ്പത് അസാധ്യം, ഒന്നിനോടൊന്നും ഒരു മതവും പൊരുതാലൊടുങ്ങുകയില്ല, പരമതവാദി ഇതോർത്തിടാതെ പാഴേ പൊരുതു പൊലിഞ്ഞിടുമെന്ന ബുദ്ധി വേണം. നമ്മൾ ഈ നോട്ടീസിൽ എഴുതിയിട്ടുണ്ട് മതസ്പർദ്ധ, വംശീയ ഉന്മൂലനങ്ങൾ, യുദ്ധവേറി, ഇതിനെല്ലാം കാരണമായിരിക്കുന്നത് തങ്ങളുടെ ആശയം മാത്രമാണ് ശരിയെന്ന റിലീജിയസ് ഫണ്ടമെൻ്റലിസം എന്ന് പറയുന്ന, ഇംഗ്ലീഷിൽ പറയുന്ന മതമൗലികവാദം. അതാണ് ഇന്ന് സമൂഹത്തിൽ നടക്കുന്നത്. ലോകത്തിൽ കാണുന്ന യുദ്ധങ്ങളുടെയും എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളുടെയും കാരണമായിരിക്കുന്നത്, അതിൻ്റെ സാരമായിരിക്കുന്ന അതാണ്. അതിനെ നമുക്ക് ബദലായി വയ്ക്കാൻ സാധിക്കുന്നത് ഗുരുദർശനമായി. ഇതിനൊക്കെ സൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു ഗുരു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് യുദ്ധത്തിന് വിരുദ്ധമായ ഒരു ദർശനമാണ്, സമാധാനത്തിൻ്റെ ദർശനമാണ്. ആ ദർശനത്തെയാണ് സ്വീകരിക്കുക. അത് വെറുതെ പറയുന്നതല്ല. നാഗസാക്കിയിലും ഹിരോഷിമയിലൊക്കെ ബോംബിട്ട അതിൻ്റെ ബോംബർ പൈലറ്റായ ഗാരി ഡേവിസ്, അദ്ദേഹം പിന്നീട് ഈ ബോംബിട്ട സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചു. ആ കാഴ്ച അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ തകർത്ത് കളഞ്ഞു. പിന്നീട് അദ്ദേഹം ജോലി രാജിവെക്കുകയും ഒരു ഭ്രാന്തനെ പോലെ അലയുകയും ചെയ്തു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ രൂപപ്പെടുത്താൻ തുടങ്ങി.
അദ്ദേഹം വിശ്വസിച്ചിരുന്നത് ലോകം മുഴുവൻ ഒന്നാകണം, യുദ്ധങ്ങളൊന്നും പാടില്ല എന്നൊക്കെയാണ്. അങ്ങനെ അലഞ്ഞു നടന്ന അദ്ദേഹം പല രാജ്യങ്ങൾ സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തെ പലരും വിലക്കി. കാരണം ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് സഞ്ചരിക്കണമെങ്കിൽ പാസ്പോർട്ട് വേണം. ഈ പാസ്പോർട്ടൊന്നും ഇല്ലാതെയാണ് സഞ്ചരിച്ചിരുന്നത്. പലയിടത്തും തടവിലാക്കപ്പെട്ടു, ആട്ടി ഓടിക്കപ്പെട്ടു, കടലിൽ എറിഞ്ഞു. അങ്ങനെയൊക്കെ ഒരു ദിവസം ഇദ്ദേഹം ഒരു കപ്പൽ യാത്രാ മധ്യേ ഇദ്ദേഹം ഒരു താടിയുള്ള ഒരു മനുഷ്യരെ കാണാൻ സാധിച്ചു. അദ്ദേഹത്തെ കണ്ടിട്ട് പറഞ്ഞു, എനിക്ക് ഭ്രാന്താണെന്ന് നിങ്ങൾക്ക് കണ്ടിട്ട് തോന്നുന്നുണ്ടോ? അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല. കാരണം ഞാൻ വിശ്വസിക്കുന്നത് ലോകം ഒന്നാണെന്നാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ താടിയുള്ള മനുഷ്യൻ പറഞ്ഞു, ലോകം ഒന്നാണെന്ന് പറയുന്ന നിങ്ങളെ ഭ്രാന്തനെന്നാണ് വിളിക്കുന്നതെങ്കിൽ എനിക്കും ഭ്രാന്താണ്, എൻ്റെ ഗുരുവിനും ഭ്രാന്താണ്. ആ ഇരുന്ന താടിക്കാരൻ്റെ പേര് നടരാജ ഗുരു എന്നാണ്. ആ നടരാജ ഗുരുവിൻ്റെ പേര് നാരായണ ഗുരു എന്നാണ്. ആ നടരാജ ഗുരു ഗാരി ഡേവിസിനോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നു. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ആശയത്തെ തന്നെ രൂപപ്പെടുത്തിയത് ഗുരുദർശനമാണ്. പിന്നീട് അദ്ദേഹം വേൾഡ് പാസ്പോർട്ട് എന്ന പേരിൽ സ്വന്തമായി പാസ്പോർട്ടൊക്കെ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പേരിൽ പലയിടത്തും സഞ്ചരിക്കുന്നുണ്ട്. പലയിടത്തും അദ്ദേഹം തടവിലായി. പക്ഷേ ഒരു രാജ്യത്തിൽ വന്നപ്പോൾ ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അദ്ദേഹത്തെ പൂച്ചെണ്ടുകൾ നൽകി സ്വീകരിക്കുകയും അദ്ദേഹത്തിനെ അതിഥിയായിട്ട് പരിഗണിക്കുകയും, അദ്ദേഹത്തിൻ്റെ പേര് ജവഹർലാൽ നെഹ്റു എന്നാണ്, ഇന്ത്യയിൽ വന്നപ്പോഴാണ്. അങ്ങനെ ഒരു പ്രധാനമന്ത്രി നമുക്ക് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഈ ഗാരി ഡേവിസ് പിന്നീട് പലയിടത്ത് സഞ്ചരിക്കുന്നുണ്ട്. അദ്ദേഹം പല പല പുസ്തകങ്ങൾ എഴുതുന്നുണ്ട്. അദ്ദേഹം UN ഐക്യരാഷ്ട്ര സംഘടനയിൽ ഒരുപാട് പ്രസംഗങ്ങൾ നടത്തുന്നുണ്ട്. ലോകത്ത് അങ്ങോളം ഇങ്ങോളം സമാധാനത്തിൻ്റെ ഒരു ദൂതനായി സഞ്ചരിക്കുന്നുണ്ട്. ഇവിടെയെല്ലാം അദ്ദേഹം മുറുകെ പിടിച്ചത് ഗുരുവിൻ്റെ ഈ ദർശനത്തെയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ചരിത്രത്തിൽ തന്നെ ഇത്രത്തോളം പ്രവർത്തിച്ച ഒരു ദർശനമാണ്. നമ്മൾ ആ ഒരു തരത്തിലേക്ക് ഗുരുവിൻ്റെ ദർശനത്തെ വേണ്ട വിധത്തിൽ ഇനിയും എത്തിച്ചിട്ടില്ല. ഇവിടെ മാത്രം നിൽക്കുകയാണ്. ലോകം എന്ന് ആവശ്യപ്പെടുന്നത് ഇങ്ങനെ ഒരു ദർശനമാണ്. യുദ്ധം കൊണ്ട് വർക്കലയിലൊക്കെ ഒരുപാട് റഷ്യക്കാർ വരാറുണ്ട്. റഷ്യക്കാരും യുക്രൈനിൽ നിന്നൊക്കെ ഒരുപാട് മനുഷ്യർ വരാറുണ്ട്. നമ്മൾ വിശ്വസിക്കുന്ന പോലെ റഷ്യക്ക് അകത്ത് നിൽക്കുന്ന ആൾക്കാർ യുദ്ധം വേണമെന്നല്ല പറയുന്നത്. റഷ്യയുടെ അകത്ത് നിൽക്കുന്ന ആൾക്കാരാണ് യുദ്ധം കൊണ്ട് ഏറ്റവും കൂടുതൽ പൊറുതിമുട്ടിയിരിക്കുന്നത്. അപ്പോൾ അവരൊക്കെ പറയുന്നത് ഞങ്ങളൊക്കെ യുദ്ധത്തിന് എതിരാണ്, പക്ഷെ എന്ത് ചെയ്യാം, യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ പലരും മതവിശ്വാസികളല്ല. അവരുടെ അച്ഛൻ യുക്രൈനിൽ നിന്നാണെങ്കിൽ അമ്മ റഷ്യയിൽ നിന്നായിരിക്കും. അപ്പോൾ ഇതിൽ ആരെ ബോംബിടാൻ പറ്റും ആദ്യം? അപ്പോൾ അവിടെ പ്രവർത്തിക്കേണ്ടത് സമാധാനത്തിൻ്റെ ഒരു സന്ദേശമാണ്. പൊരുതു ജയിപ്പത് അസാധ്യം, ഒന്നിനോടൊന്ന് ഒരു മതവും പൊരുതാൽ ഒടുങ്ങുകയില്ല എന്ന ദർശനമാണ് അവിടെയെല്ലാം പ്രവർത്തിക്കേണ്ടത്. കാരണം അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണം, തൻ പ്രിയം അപരപ്രിയം എന്നറിഞ്ഞിടയണം എന്നൊക്കെ പറയുന്ന ഒരു ദർശനമാണ് ലോകം ഏറ്റെടുക്കുന്നതെങ്കിൽ ലോകത്തിൽ യുദ്ധമുണ്ടാവുകയില്ല. യുദ്ധത്തിലും ഈ മനുഷ്യരെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുമ്പോഴും അവിടെ കൊല്ലപ്പെടുന്നത് പാവപ്പെട്ട മനുഷ്യരാണ്. യുദ്ധം ചെയ്യുന്നവർ കൊല്ലപ്പെടുന്നില്ല. അപ്പം അവിടങ്ങളിലെല്ലാം കൊല്ലപ്പെടുന്നത് മനുഷ്യത്വമാണ്. യുദ്ധങ്ങൾ കൊണ്ട് നാശമേ വിതയ്ക്കൂ എന്ന് മനുഷ്യൻ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു. ഇത് ഗുരു അന്നത്തെ കാലത്ത് പറഞ്ഞാണ്, ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെയൊക്കെ കാലത്ത് പറഞ്ഞാണ്. കാരണം ഇനി വരാൻ പോകുന്ന കാലത്തിൽ യുദ്ധങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന അപകടം ഗുരു കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ ഞാനിതൊക്കെ പറയാൻ കാരണം, ഒരു മതം എന്ന് പറയുമ്പോൾ വെറും റിലീജിയൻ എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല നമ്മൾ കാണേണ്ടത്, അതിന് ഒരുപാട് മാനങ്ങളുള്ളതാണ്. ഈ മതം മാറ്റത്തിൻ്റെ കാര്യത്തിൽ മറ്റു പല പല ഉദാഹരണങ്ങളുണ്ട്. ഗുരുവിൻ്റെ ശിഷ്യനാകാൻ വേണ്ടി ചാക്കോ എന്ന ക്രിസ്ത്യാനി മതം മാറി ഹിന്ദുവായി വന്നു. ഗുരു പറഞ്ഞത് നമ്മുടെ ശിഷ്യനാകാൻ മതം മാറേണ്ടതില്ല എന്ന് പറഞ്ഞ് ക്രിസ്ത്യാനിയായി തന്നെ ചാക്കോയായി തന്നെ ശിഷ്യനാക്കുകയാണ് ചെയ്തത്. സിലോണിൽ ചെന്നപ്പോൾ കന്ദസ്വാമി എന്ന പേര് സ്വീകരിച്ച് ഒരു ശിഷ്യൻ ഗുരുവിൻ്റെ ശിഷ്യനാകാൻ വേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ഖാദർ എന്നായിരുന്നു, മുസ്ലിമായിരുന്നു. അപ്പോൾ ഗുരു പറഞ്ഞത്, നമുക്ക് കന്ദസ്വാമിയെ അറിയില്ല, ഖാദറിനെ അറിയൂ, പോയി ഖാദറായി വരൂ എന്നാണ്.
അങ്ങനെ കാതറായി വരികയും അദ്ദേഹത്തെ ശിഷ്യനാക്കുകയാണ് ചെയ്തത്. സാധാരണ ഗുരുക്കന്മാരൊക്കെ ചെയ്യുന്നത് അവരുടെ മതത്തിലേക്ക് മതം മാറ്റിയ ശേഷമാണ് ശിഷ്യനാക്കുന്നത്. പക്ഷെ ഗുരുവിനെ മറ്റ് ഒരു മതത്തിലെ വ്യക്തിയെ പോലും ശിഷ്യനായി സ്വീകരിക്കാൻ കഴിയുന്നത് ഗുരു ആ മതത്തെ മറ്റൊരു മതമായി കാണുന്നില്ല എന്നതുകൊണ്ട്. കാരണം ഗുരുവിൻ്റെ ഐഡൻറ്റിറ്റി ഹിന്ദു മതം എന്നുള്ള ഐഡൻറ്റിറ്റി അല്ല. ഗുരു പറഞ്ഞു നാം ഒരു ജാതിയിലോ മതത്തിലോ പെടുന്നില്ല എന്ന്. അപ്പോൾ പിന്നെ ഗുരുവിന് ഹിന്ദു മതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗുരുവിൻ്റെ മതത്തിലാവുന്നില്ല. മതം ഏതുമായിക്കോട്ടെ, മനുഷ്യൻ നന്നായാൽ മതി. അപ്പോൾ തിരിച്ച് ആ മതത്തിലേക്ക് തന്നെ തിരിച്ചാക്കിയെന്ന് പറയുമ്പോൾ ഗുരുവാണ് ആദ്യത്തെ കർവാപ്പസയൊക്കെ നടത്തിയതെന്നൊക്കെ പറയാം. അപ്പം ഇന്ന് ഹിന്ദു മതത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരുമെന്നൊക്കെയാണല്ലോ പറയുന്നത്. ഹിന്ദു മതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരു കുഴപ്പം, ഹിന്ദു മതത്തിലേക്ക് മാത്രമല്ല, ഇതിലേത് ജാതിയിലേക്ക് വരും. അവർക്ക് ബ്രാഹ്മണനാകണമെന്ന് കരുതിയാൽ ബ്രാഹ്മണനാവാൻ പറ്റില്ല, കുറച്ച് ലോ കാസ്റ്റിലേക്ക് വരാൻ പറ്റുള്ളൂ. ഹിന്ദു മതമെന്ന് പറയുന്നത് ഒരു മതം മാത്രമല്ല, ജാതികളുടെ ഒരു സമൂഹമാണ്. അങ്ങനെയാണ്. കാരണം ഒരു ഈഴവ സമുദായത്തിലെ വ്യക്തിയുടെ കല്യാണം നടക്കുന്നത് പോലെയല്ല ബ്രാഹ്മണരുടെ വിവാഹം നടക്കുന്നത്. അതുപോലെയല്ല പുലയ സമുദായത്തിലുള്ള വ്യക്തിയുടെ കല്യാണം നടക്കുന്നത്. കല്യാണം മാത്രമല്ല, ജനനം, നിങ്ങളൊക്കെ പേരിടൽ ചടങ്ങുകൾ പോയി നോക്കുക, ഇതെല്ലാം വ്യത്യസ്തമാണ്. മരണം നോക്കുക, എല്ലാവരും മരിക്കും, മനുഷ്യരെല്ലാവരും മരിക്കുന്ന ഒരുപോലെയാണെങ്കിലും ഇതിൻ്റെ ചടങ്ങുകളൊക്കെ വ്യത്യാസമുണ്ട്, ഇല്ലേ? എല്ലാം വ്യത്യാസം. അതെന്ന് പറയുന്നത് ഇതൊരു സമുദായമാണ്. ഇത്തരം എല്ലാ സമുദായത്തെയും കൂടി ചേർത്തുകൊണ്ട് ഇന്ന് ഹിന്ദു ഐക്യം എന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഹിന്ദു ഐക്യം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. കാരണം ഈ ജാതികൾ തമ്മിൽ ഇത്രയും വ്യത്യസ്തമായിട്ട് നിൽക്കുക. അതിനേക്കാൾ എളുപ്പമാണ് മതങ്ങൾ തമ്മിലുള്ള ചേർച്ച. അതാണ് കൂടുതൽ ചേരുന്നത്. അതിന് കാരണം ഈ മതത്തിലൊക്കെ സമാന ആശയങ്ങൾ കണ്ടെത്താൻ പറ്റും. ഗുരു പറയുന്നുണ്ട്, ക്രിസ്തു മതം സ്നേഹമാണെന്ന് പറയുന്നു, ഇസ്ലാം സാഹോദര്യമാണെന്ന് പറയുന്നു. സ്നേഹമില്ലാതെ സാഹോദര്യമോ സാഹോദര്യമില്ലാതെ സ്നേഹമോ നിലനിൽക്കില്ല എന്നിരിക്കെ മതഭേദങ്ങൾക്ക് എന്താണ് അർത്ഥം? നമ്മൾ പറയുകയാണ് എനിക്ക് സ്നേഹം മാത്രം മതി, പറ്റുമോ? നമുക്ക് സ്നേഹവും വേണം, സാഹോദര്യം വേണം, ഐക്യം വേണം, എല്ലാം വേണം. അപ്പം അതുകൊണ്ട് ഒരു മതം മാത്രമേ മതി എന്ന് പറയുമ്പോൾ എനിക്ക് സ്നേഹം മാത്രം മതിയെന്ന് പറയുന്നത് പോലെയാണ്. നമ്മളെല്ലാ മതത്തെയും സമബുദ്ധിയോടെയും സമഭക്തിയോടുകൂടി പഠിക്കുമ്പോൾ വരുന്ന മാറ്റം, ഏതെല്ലാം മതത്തിൽ എന്തെല്ലാം നന്മകളുണ്ടോ അവയെല്ലാം നമുക്ക് സ്വീകരിക്കാൻ കഴിയും എന്നതാണ്. ഇനി ഗുരുവിന് ഒരു സന്യാസി ശിഷ്യനുണ്ടായിരുന്നു. അത് യൂറോപ്യനായ ശിഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് എണസ്റ്റ് കെർക്ക് എന്നായിരുന്നു. എണസ്റ്റ് കെർക്ക്, നമുക്ക് മറ്റൊരു സംഭവം അറിയാം, സിസ്റ്റർ നിവേദിത. സിസ്റ്റർ നിവേദിത വിവേകാനന്ദ സ്വാമികളുടെ ശിഷ്യയായിരുന്നു. ഷിക്കാഗോയിലെ ആർട്ട് ഗാലറിയിൽ അദ്ദേഹം സംസാരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് കിട്ടിയ ഒരു ശിഷ്യയാണ്. കാവ്യ വസ്ത്രമൊക്കെ കൊടുത്ത് ഒരു ഇന്ത്യൻ പാരമ്പര്യത്തിലാണ് സന്യാസം കൊടുക്കുന്നത്. പക്ഷേ ഈ എണസ്റ്റ് കെർക്ക് സ്വാമിക്ക് ഗുരു സന്യാസം കൊടുത്തത് ഇത്തിരി വ്യത്യസ്തമായിട്ടാണ്. എല്ലാവർക്കും കാവ്യ വസ്ത്രവും വെള്ള വസ്ത്രമൊക്കെ കൊടുത്തപ്പോൾ കെർക്ക് സ്വാമിയുടെ ഊഴമായപ്പോൾ 2 ദിവസം മുന്നേ തന്നെ പറഞ്ഞിരുന്നു, തല മൊട്ടയടിക്കേണ്ട കാര്യമില്ല. സാധാരണ സന്യാസം സ്വീകരിക്കുന്നതിന് മുമ്പ് തല മൊട്ടയടിക്കും, അതൊരു ചടങ്ങാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് നല്ല ചെമ്പൻ തലമുടികളൊക്കെയാണ്, അറിയാമല്ലോ സായിപ്പന്മാരുടെയൊക്കെ തലമുടി അങ്ങനെയാണ് ഇരിക്കുന്നത്. തല മൊട്ടയടിക്കേണ്ട എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇദ്ദേഹത്തിന് വളരെയധികം സന്തോഷമായി. കാരണം വളരെ സ്നേഹിച്ചിരുന്ന തലമുടികളാണ്, അത് കളയണ്ടെന്ന് പറഞ്ഞു. അതിനെപ്പറ്റി ചിലരൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ശിവഗിരി കുന്നുകളെ സദാ തഴുകുന്ന വിശുദ്ധമായ കാറ്റിൽ പാറിപ്പറക്കുന്ന ആ ചെമ്പൻ തലമുടികൾ അത് കേട്ട് ഗുരുവിന് നന്ദി പറഞ്ഞിട്ടുണ്ടാകാമെന്നാണ്. മുടി വെട്ടണ്ടെന്ന് പറഞ്ഞു, തല മൊട്ടയടിക്കണ്ട. പിറ്റേ ദിവസം എല്ലാവർക്കും കാവിയും വെള്ളയൊക്കെ കൊടുത്തിട്ട് ഇദ്ദേഹത്തിൻ്റെ ഊഴമായപ്പോൾ പറഞ്ഞു, കാവി വേണ്ട, അതിന് പകരം നമ്മുടെ മുറിയിൽ ഒരു പൊതി ഇരിക്കുന്നുണ്ട്, അത് കൊണ്ടുവരാൻ പറഞ്ഞു. ആ പൊതി അഴിച്ചപ്പോൾ അതിലൊരു കോട്ടും സ്യൂട്ടും ടൈയുമാണ് ഉണ്ടായത്. അത് അണിഞ്ഞുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഗുരു തന്നെ ടൈ കെട്ടിക്കൊടുത്തു. ഇനി പേര് മാറ്റമുണ്ടോ? ഗുരുവിൻ്റെ ശിഷ്യന്മാർക്ക് തന്നെ പല പല പേരുകളുണ്ട്. അതിൽ ചിലർക്ക് ആനന്ദ എന്ന് ചേർക്കുന്നുണ്ട്, ചിലർക്ക് തീർത്ഥ എന്ന് ചേർക്കുന്നുണ്ട്, ധർമ്മ തീർത്ഥ സ്വാമികൾ. ഇദ്ദേഹത്തിന് കൊടുത്ത പേര് മാറ്റേണ്ട കാര്യമില്ല, സ്വാമി എണസ്റ്റ് കെർക്ക്. ഒരു സ്വാമി എന്ന പേര് മാത്രമേ മുന്നിൽ ചേർത്തുള്ളൂ. എണസ്റ്റ് കെർക്ക് പേര് മാറ്റിയില്ല,
വസ്ത്രം മാറ്റിയില്ല, സന്യാസിയാണ്. നാളിവിടെ ശിവരിമഠത്തിൽ നിന്ന് കാവിക്ക് പകരം ഒരു കോട്ടും സ്യൂട്ടൊക്കെ ഇട്ട് ഒരു സ്വാമി വന്നാൽ നമ്മളാരും അംഗീകരിക്കില്ല. അതിനുശേഷം ആർക്കും അങ്ങനെ കൊടുക്കാനും കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഗുരുവിന് ഒരു മനുഷ്യൻ ജനിച്ചു വളർന്ന അവൻ്റെ സംസ്കാരത്തിൽ നിന്ന് അവനെ അടർത്തി മാറ്റാതെ തന്നെ അവനെ സന്യാസിയാക്കാൻ സാധിച്ചിരുന്നു. അത് ഗുരുവിൻ്റെ മഹത്വമാണ്. എണസ്റ്റ് കെർക്ക് സ്വാമി പിന്നീട് നിത്യചൈതന്യതി അദ്ദേഹത്തെ കാണാൻ പോയപ്പോൾ ഇദ്ദേഹം വീട്ടിൽ കൂടി നടക്കുമ്പോൾ ഈ ടൈ കെട്ടിക്കൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തോട് സംസാരിച്ച് പറഞ്ഞു, എൻ്റെ ഗുരു എനിക്ക് തന്ന സന്യാസി വസ്ത്രമാണ്, അതുകൊണ്ട് കെട്ടിക്കൊണ്ട് നടക്കുന്നു എന്നാണ്. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഗുരു. നമ്മൾ ഇന്ന് ഗുരുവിനെ പറ്റി പ്രചരിപ്പിക്കുന്നത് പോലെ ഗുരു ഒരു ചാരു കസേര കിടന്ന് കുറച്ച് വേദാന്തം പറഞ്ഞു പോയ ഒരു വയസ്സം മൂപ്പീനൊന്നും ആയിരുന്നില്ല. ഗുരു വളരെ സന്തോഷവാനായി ഒരുപാട് തമാശകൾ പറഞ്ഞ ഗുരുവായിരുന്നു. ഗുരുവിൻ്റെ തമാശകളൊക്കെ നമുക്ക് ഇന്നും വായിച്ചാൽ ഒരുപാട് സന്തോഷിക്കാൻ പറ്റുന്നതാണ്. ഗുരു ഒരിക്കൽ ഒരു യാത്രാ മധ്യേ ഒരു ക്ഷേത്രത്തിനടുത്ത് ചെന്നു. ക്ഷേത്രം എന്നൊന്നും പറയാൻ പറ്റില്ല, അന്നത്തെ പതികളൊക്കെയാണ്, അവിടെ വെളിച്ചപ്പാടുകളൊക്കെയാണുള്ളത്. വെളിച്ചപ്പാട് പ്രായമായ, വായിലൊന്നും പല്ലൊന്നും ഇല്ലാത്ത ഒരു വയസ്സൻ വെളിച്ചപ്പാട്, മുടിയൊന്നുമില്ല. അപ്പോൾ ഈ വെളിച്ചപ്പാട് കയ്യിലിരുന്ന വാളൊക്കെ കുലുക്കിയിട്ട് പറഞ്ഞു, പരീക്ഷ വല്ലതും കാണണമോ? അപ്പോൾ ഗുരു പറഞ്ഞു, കാണണം. എന്താണ്? ആ വായിൽ പല്ലൊന്ന് കിളിർത്ത് കണ്ടാൽ കൊള്ളാം. വായിൽ പല്ലില്ലാത്ത വെളിച്ചപ്പാടിനോടാണ് വായിൽ പല്ലൊന്ന് കിളിർത്ത് കണ്ടാൽ കൊള്ളാമെന്ന് പറഞ്ഞു. വെളിച്ചപ്പാട് പോയ വഴിയിൽ പിന്നെ പുല്ല് പോലും മുളച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ തമാശ പറയാൻ ഗുരുവിന് സാധിച്ചിരുന്നു. ഇതേപോലത്തെ സന്ദർഭത്തിൽ തന്നെ ഗുരു ഒരിക്കൽ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ കയ്യിലേക്ക് പൂവെറിഞ്ഞ് കയ്യിൽ കുമിളകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് പണ്ട് കാലത്ത് ദേവീ കോപം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. വസൂരിക്കല വരുന്നു, ഗുരുവിൻ്റെ അടുക്കെയാണ് വരുന്നത്. അപ്പോൾ ഗുരുവിൻ്റെ അടുക്ക് വന്നിട്ട്, കണ്ടോ പരീക്ഷ, കണ്ടോ ദേവിയുടെ വിളയാട്ടമാണ് എന്ന് പറഞ്ഞു. ഗുരു പറഞ്ഞത് ദേവിയുടെ വിളയാട്ടമല്ല, പൂവിൽ തളിച്ച തീത്തൈലം അല്പം കൂടിപ്പോയി. അതായത് കുറച്ച് പൂവെടുത്തിട്ട് കുറച്ച് ആസിഡിൽ മുക്കിയിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് എറിഞ്ഞാൽ അവിടെ കുമിള വരും. ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാരൊക്കെ പലയിടത്തും ഇതുപോലുള്ള അത്ഭുതങ്ങളുടെയൊക്കെ രഹസ്യം ഇങ്ങനെ വ്യക്തമാക്കാറുണ്ട്. അപ്പോൾ ഗുരു പറഞ്ഞ എത്രയേ ഉള്ളൂ, ഇതൊന്നും അത്ഭുതമൊന്നുമല്ല, ഇതൊക്കെ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. കുറച്ച് ആസിഡിൽ മുക്കിയ പൂവ് എറിഞ്ഞത് ഇത്തിരി കൂടിപ്പോയി, അതാണ് ഈ മുളച്ച് വരുന്നത്. ഗുരുവിനെ അങ്ങനെ പറ്റിക്കാനും സാധിച്ചില്ല. അതൊക്കെ വളരെ തമാശ രൂപേണ ഗുരുവിന് പറയാൻ സാധിച്ചിരുന്നു. ഗുരു ഒരിക്കൽ മറ്റൊരു സന്ദർഭത്തിൽ മൂലൂര് ആയിട്ട് സഞ്ചരിച്ചപ്പോൾ ഒരു വീട്ടിൽ കയറി ചെന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ചോദിച്ചു, ഇന്നെന്താ ഇവിടെ മത്സ്യവും മാംസവും ഒന്നും ഇല്ലേ എന്ന് ചോദിച്ചു. അത് പറഞ്ഞ്, ഇല്ല, ഇപ്പോൾ കിട്ടിയാലേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞു. ഗുരു പറഞ്ഞു, വലിയ മാറ്റമായല്ലോ, പണ്ടൊക്കെ കിട്ടാത്തപ്പോഴും കഴിക്കും, ഇപ്പോൾ കിട്ടിയാൽ മാത്രമേ കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. ഈ മൂലൂരിനോട് തന്നെ ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്, മരിച്ച വീട്ടിൽ പോയ ആളുകൾ എന്തെങ്കിലും ശുദ്ധികർമ്മങ്ങൾ ആചരിക്കേണ്ടതുണ്ടോ? ഉണ്ട്. മരിച്ച വീട്ടിൽ പോയി കഴിഞ്ഞാൽ 3 മുങ്ങി കുളിക്കണം. ഓക്കെ, അപ്പോൾ ശവം കണ്ടാലോ 7 മുങ്ങി കുളിക്കണം. ശവം തൊട്ടാലോ 12 മുങ്ങി കുളിക്കണം. അപ്പോൾ ശവം തിന്നാലോ? മനസ്സിലായല്ലോ? ശവം തിന്നാലോ? നമ്മൾ ശവം കാണുമ്പോൾ കുളിക്കണം, കണ്ടാൽ കുളിക്കണം എന്ന് പറയും, തൊട്ടാൽ കുളിക്കണം എന്ന് പറയും. അപ്പോൾ ശവം തിന്നാലോ? അപ്പം ഇങ്ങനെ സരസമായിട്ട്, അതായത് ഗുരു മത്സ്യവും മാംസവും കഴിക്കരുത്, കഴിക്കുന്നവർ മോശക്കാർ എന്നുള്ള രീതിയിലല്ല, ഇതൊക്കെ വളരെ തമാശ രൂപേണ പറയാൻ ഗുരുവിന് സാധിച്ചിരുന്നു. അതുകൊണ്ടാണ് സഹോദരൻ അയ്യപ്പൻ സമാധി ഗാനത്തിൽ പറയുന്നത്, ഗുരുവിൻ്റെ സന്ദേശങ്ങൾ, ഗുരുവിൻ്റെ വാക്കുകൾ എങ്ങനെയാണെന്ന് സഹോദരനാണ് കൃത്യമായി നിർവചിച്ചിരിക്കുന്നത്. കൃപയും ജ്ഞാനവും ഫലിതവും കൂടും മധുര പാവന മനോജ്ഞവാണികൾ. നമ്മൾ സമാധിഗാനം ചൊല്ലുന്നതാണ്. കൃപയും ജ്ഞാനവും ഫലിതവും കൂടും മധുര പാവന മനോജ്ഞവാണികൾ. ഇതിലും മനോഹരമായിട്ട് ഗുരുവിൻ്റെ വാക്കുകളെ പറ്റി ആർക്കും പറയാൻ സാധിക്കില്ല. ഇതായിരുന്നു, കൃപയുണ്ട്, ജ്ഞാനമുണ്ട്, ഫലിതമുണ്ട്, അത് മധുര പാവന മനോജ്ഞവാണികളാണ്. അതായിരുന്നു ഗുരുവിൻ്റെ വാക്കുകൾ. സാന്ദർഭികമായി ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ മതം മാറ്റത്തിന് ഗുരു ഇങ്ങനെയാണ് നോക്കിക്കണ്ടത്. ഗുരുവിൻ്റെ ശിഷ്യനായ ധർമ്മതീർത്ഥസ്വാമികൾ ഗുരുവിൻ്റെ അവസാന കാലത്തെ ശിഷ്യന്മാരിൽ ഒരാളാണ്. ഇന്ന് നമുക്ക് ലഭ്യമായ ഗുരുദേവ കൃതികൾ
സമാഹരിച്ചത് ധർമ്മവീർത്ത സ്വാമികളാണ്. ധർമ്മസംഘത്തിന് രൂപം കൊടുക്കുന്നതിന് നേതൃത്വം നൽകിയത് ധർമ്മവീർത്ത സ്വാമികളാണ്. ഈ ധർമ്മവീർത്ത സ്വാമികളാണ് ഇന്ന് ചെമ്പഴന്തിയിൽ കാണുന്ന ഗുരുവിൻ്റെ വയൽവാര ഗ്രഹം 100ഓളം അവകാശികളെ സെറ്റിൽ ചെയ്ത് അത് ശിവേരി മഠത്തിലേക്ക് കൂട്ടിച്ചേർക്കുകകൂടി ഉണ്ടായത്. ധർമ്മവീർത്ത സ്വാമികൾ ശ്രീനാരായണ മതം എന്ന ഒരു പുസ്തകം എഴുതുന്നുണ്ട്. ഹിസ്റ്ററി ഓഫ് ഹിന്ദു ഇമ്പീരിയലിസം, ഹൈന്ദവ ദുഷ്പ്രബുദ്ധ ചരിത്രം എന്നൊരു പുസ്തകം എഴുതുന്നുണ്ട്. അംബേദ്കർ പോലും പ്രശംസിച്ച പുസ്തകമാണ്. വലിയൊരു ജീനിയസ് ആയിരുന്നു അദ്ദേഹം. ഒരു വക്കീലായിരുന്നു. പിന്നീട് ഗുരുവിൻ്റെ ശിഷ്യനായി മാറിത്തീർന്ന മഹാനായ ശിഷ്യനായിരുന്നു. ഈ ശിഷ്യൻ ഗുരുവിൻ്റെ സമാധിക്ക് ശേഷം ശിവഗിരിയിൽ നിന്ന് പോകുന്നുണ്ട്. ഹിന്ദുമതം ഉപേക്ഷിക്കുന്നുണ്ട്. ഹിന്ദുമതം ഉപേക്ഷിച്ച് ക്രിസ്തുമതം സ്വീകരിക്കുന്നു. അദ്ദേഹം CSI പള്ളിയിലാണ് ചേരുന്നത്. അദ്ദേഹം ക്രിസ്തുവിൻ്റെ ചിത്രത്തിന് പകരം ഗുരുവിൻ്റെ ചിത്രമാണ് വയ്ക്കുന്നത്. അപ്പോൾ ചിലർ വന്ന് ചോദിച്ചു, ഇതെങ്ങനെ ശരിയാവും? ക്രിസ്തുമതം സ്വീകരിച്ച ഒരാൾ ക്രിസ്തുവിൻ്റെ ചിത്രമാണ് വയ്ക്കേണ്ടത്, ഗുരുവിൻ്റെ ചിത്രം വയ്ക്കുന്നത് ശരിയാവില്ല. അപ്പോൾ സ്വാമി അതിന് നൽകിയ മറുപടി, ഞാൻ മതം മാത്രമേ മാറിയിട്ടുള്ളൂ, എൻ്റെ ഗുരുവിനെ മാറ്റിയിട്ടില്ല എന്നാണ്. എന്ന് മാത്രമല്ല അദ്ദേഹം പറയുന്നുണ്ട്, ഹിന്ദു മതത്തിനകത്തു നിന്ന് ഗുരുദർശനം പ്രചരിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ക്രിസ്തുമതം സ്വീകരിക്കുന്നു എന്നാണ്. അതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന്, ഹിന്ദു മതത്തിൽ നിന്ന് വേണ്ട വിധത്തിൽ ഗുരുവിൻ്റെ മതം പ്രചരിപ്പിക്കാൻ പറ്റില്ല എന്ന് ഒരർത്ഥമുണ്ട്. ക്രിസ്തു മതത്തിൽ നിന്നുകൊണ്ട് പ്രചരിപ്പിക്കുന്നതാണ് ഹിന്ദു മതത്തിൽ നിന്ന് പ്രചരിപ്പിക്കുന്നതിനേക്കാൾ എളുപ്പം. അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് രണ്ടിലും നിന്ന് പ്രചരിപ്പിക്കാൻ പറ്റുന്നതാണ് ഗുരുവിൻ്റെ മതമെന്ന്, അല്ലെങ്കിൽ ഗുരുവിൻ്റെ ദർശനമെന്നും അർത്ഥമുണ്ട്. എന്തായാലും അദ്ദേഹം പേര് പോലും പൂർണ്ണമായി മാറ്റുന്നില്ല. സ്വാമി ധർമ്മതീർത്ഥർ എന്നുള്ളതിൻ്റെ പേര് സ്വാമി ജോൺ ധർമ്മതീർത്ഥർ എന്നാണ് പേര് മാറ്റിയത്. തമാശ എന്നല്ല, അതിന് തമാശ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, എങ്കിലും ചില സന്ദർഭത്തിൽ തമാശ എന്ന് തന്നെ പറയേണ്ടി വരും. CSI പള്ളി എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് പാളയത്ത് കാണുന്ന വലിയൊരു സ്റ്റേഡിയമുണ്ട്. ആ സ്റ്റേഡിയത്തിന് സമീപമായിട്ട് CSI പള്ളിയുണ്ട്. അതിന് സമീപമായിട്ട് CSI സെമിത്തേരി ഉണ്ട്. ആ സെമിത്തേരിയിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഇടതുഭാഗത്തായിട്ട് ഒരു കല്ലറ കാണാം. സ്വാമി ജോൺ ധർമ്മതീർത്ഥർ, ഗുരുവിൻ്റെ മഹാനായ ശിഷ്യൻ, സമാധിസ്ഥനായിരിക്കുന്നത് ശിവഗിരി മഠത്തിൽ അല്ല, ഒരു പള്ളിയുടെ സെമിത്തേരിയിൽ. അവിടെ സ്വാമി ജോൺ ധർമ്മതീർത്ഥർ എന്നൊരു കല്ലറ നമുക്ക് കാണാൻ സാധിക്കും. ഈ കല്ലറ നിലനിൽക്കുകയാണ് അമിത്ഷായെ പോലുള്ള ആൾക്കാരൊക്കെ കേരളത്തിൽ വന്ന് മതം മാറ്റത്തിന് എതിരായിരുന്നു ഗുരു എന്നൊക്കെ പ്രസംഗിക്കുന്നത്. ഞാൻ ഈ പേരെടുത്ത് പറയാൻ കാരണം അദ്ദേഹം ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രി കൂടിയാണ്. അപ്പോൾ ഇതൊക്കെ ആളുകൾ വിശ്വസിക്കുകയാണ്. കാരണം ഗുരുദർശനം എന്തായിരുന്നു എന്ന് സമൂഹം വേണ്ട വിധത്തിൽ പഠിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത് ഗുരു മതം മാറ്റത്തിന് എതിരായിരുന്നു എന്നാണ്. ഭൗതികമായ മതം മാറ്റത്തിന് ഗുരു എതിരായിരുന്നു. കാരണം മതം മാറേണ്ടതില്ല. നിങ്ങൾ ഈ മതത്തിൽ നിന്നാലും ആ മതത്തിൽ നിന്നാലും മതങ്ങളുടെ എല്ലാം സാരമായിരിക്കുന്നത് ഒന്നാണ്. അങ്ങനെ ഇരിക്കെ മതം മാറുന്നതുകൊണ്ട് അർത്ഥമില്ല. പക്ഷേ ഒരാൾക്ക് മറ്റൊരു മതത്തിലേക്ക് ചെല്ലുമ്പോൾ കുറച്ചും കൂടി സ്വാതന്ത്ര്യം ലഭിക്കുകയാണെങ്കിൽ ആ മതം മാറിപ്പോകുന്നതിന് എന്താണ് കുഴപ്പം? ഈ മതത്തിൻ്റെ കുഴപ്പം കൊണ്ടാണ് മതം മാറിപ്പോകുന്നത്. അപ്പോൾ മതം മാറ്റത്തെപ്പറ്റി പറയുമ്പോൾ ഇത്തരം കാര്യങ്ങൾ, ഇതൊക്കെ ചരിത്ര വസ്തുതകളാണ്. നമുക്ക് എപ്പോഴെങ്കിലും സമയമുള്ളപ്പോൾ തിരുവനന്തപുരത്ത് പോകുമ്പോൾ ഇവിടെയൊക്കെ ചെന്ന് കാണേണ്ടതാണ്. പ്രത്യേകിച്ച് ധർമ്മവീർത്ത സ്വാമിയുടെ കല്ലറ. ഇനി ഗുരുദർശനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത അനുകമ്പയാണ്, ജീവകാരുണ്യമാണ്, സഹാനുഭൂതിയാണ്. ഞാൻ തുടക്കത്തിൽ ചൊല്ലിയതുപോലെ ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പ, അതാണ് ഗുരുദർശനത്തിൻ്റെ സാരഭൂതമായിരിക്കുന്ന ദർശനം. ഒന്നിനെയും കൊല്ലാൻ പാടില്ല. ഇതൊക്കെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നതെന്ന് വെച്ചാൽ പശുവിനെ മാത്രം കൊല്ലരുത് എന്ന് പറയും. പശുവിനെ മാത്രം കൊല്ലരുതെന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കലായ ആശയമാണ്. ഗുരുവിൻ്റെ ദർശനം ഒന്നിനെയും കൊല്ലരുതെന്നാണ്. ഒരു ജീവിയെയും കൊല്ലാൻ പാടില്ല. ഉറുമ്പിനെ പോലും കൊല്ലരുതെന്നല്ല പറയുന്ന, ഒരു പീഡ, ഉപദ്രവിക്കരുത്. മനസ്സുകൊണ്ട് പോലും ഒരു ജീവിക്കും ഒരു ഉപദ്രവവും വരുത്തരുത്. ഇതാണ് ഏറ്റവും വലിയ അനുകമ്പ. അത് ജീവകാരുണ്യ പഞ്ചകത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ കൊല്ലപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ കൊല്ലപ്പെടാൻ ആഗ്രഹിക്കാത്ത എത്ര പേരുണ്ട്? ഒന്ന് കൈവെക്കാമോ? ഇവിടെ ആരും കൈവെക്കുന്നില്ല.
കൊല്ലപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്ന് കൈ നോക്കിക്കോളൂ, കണക്ക് ശരിയാവുന്നില്ല. അല്ലെങ്കിൽ കൊല്ലപ്പെടാൻ ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? ഇതാണ് കണക്കിൻ്റെ. കുറച്ച് പേരാണ് കൈ പൊക്കിയുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മളാരും മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു വണ്ടി ഇടിക്കാൻ വന്നാൽ നമ്മൾ മാറിക്കൊടുക്കും. എന്തുകൊണ്ടാണ്? ജീവനിൽ കൊതിയുണ്ട്. നമ്മുടെ ജീവനാണ് ഏറ്റവും വലുതായിരിക്കുന്നത്. ഒരു പാമ്പ് കടിക്കാൻ വന്നാലോ നമ്മൾ ഓടിപ്പോവും, അല്ലെങ്കിൽ ചിലർ പാമ്പിനെ തല്ലിക്കൊല്ലും. ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. എന്തിനാ ആശുപത്രി പോകുന്നത്, മരുന്ന് കഴിക്കുന്നത്? നമ്മുടെ ജീവന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏറ്റവും വലുതായി നമ്മൾ കരുതുന്നത് നമ്മുടെ ജീവനാണ്. അപ്പം നമ്മൾ കൊല്ലപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. ഇതുപോലെ തന്നെയാണ് എല്ലാ ജീവികളും. അപ്പോൾ ഗുരു അവിടെ ഒരു ആത്മ ഔപമ്യമാണ് കൊടുക്കുന്നത്. നിങ്ങളെപ്പോലെ തന്നെയാണ് മറ്റൊരു ജീവിയും. ആ ജീവി കൊല്ലപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. കൊല്ലായികിൽ അവൻ ഗുണമുള്ള പുമാൻ, അല്ലായികിൽ മൃഗത്തോട് തുല്യനവൻ. കൊല്ലുന്നവനില്ല ശരണ്യത, മറ്റെല്ലാ വക നന്മയും ആർന്നിടിലും. ഇനി ഇതിനു മുമ്പ് 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. കൊല്ലാവൃതം ഉത്തമമാം, അതിലും തിന്നാവൃതം എത്രയും ഉത്തമമാം. കൊല്ലുന്നത് പാപമാണ്, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ പറയും കൊന്നാൽ പാപം തിന്നാൽ തീരും എന്നത്. കൊന്നാൽ പാപം തിന്നാൽ തീരുകയല്ല, തിന്നു കഴിഞ്ഞാൽ കൊന്നതിൻ്റെയും കൊല്ലിച്ചതിൻ്റെയും തിന്നതിൻ്റെയും കൂടി പാപമാണ് ലഭിക്കുന്നത്. ഇന്നിപ്പോൾ ഒരുപാട് സ്ഥലത്ത് 10ഉം 50ഉം 100ഉം കിലോയുള്ള ഇറച്ചിയൊക്കെ വെട്ടുന്നുണ്ട്. ഇപ്പോൾ ഒരു പോത്ത് 100 കിലോ ആണെങ്കിൽ വെട്ടുന്ന ആൾ 100 കിലോ കഴിക്കുമോ? അയാളാണ് കൊല്ലുന്ന ആൾ. അയാളെ 100 കിലോയുള്ള പോത്തിനെ വെട്ടാൻ പ്രേരിപ്പിക്കുന്നത് 50ഓ 40ഓ അത് കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അയാളെ പ്രേരിപ്പിക്കുന്നത് തിന്നുന്നവരാണ്. അപ്പോൾ കൊല്ലുന്നതിനേക്കാൾ പാപം തിന്നുന്നതാണ്. അപ്പോൾ തിന്നുന്നവർക്കാണ് കൊന്നതിൻ്റെയും തിന്നതിൻ്റെയും കൊല്ലിച്ചതിൻ്റെയും പാപം വരുന്നത്. ഇത് പോത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഒരു ജീവിയെയും കൊല്ലാതിരിക്കുക. ഇങ്ങനെ വേണം അതിനെ കാണേണ്ടത്. നിങ്ങൾ കൊല്ലപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല, അതുപോലെ ആ ജീവിയും കൊല്ലപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലാതെ അത് കഴിക്കുന്നവർക്ക്, മത്സ്യവും മാംസവും കഴിക്കുന്നവർ മോശക്കാർ, അല്ലെങ്കിൽ അത് കഴിക്കാത്തവർ നല്ല ആൾക്കാരൊന്നുമല്ല. ഈ മനുഷ്യരൊക്കെ ഇവിടെ ജന്മികൾ പീഡിപ്പിച്ചിരുന്നവർ ഇവരൊക്കെയും സസ്യാഹാരികളായിരുന്നു. എന്നാൽ അവർക്ക് മറ്റുള്ള കുടിയാന്മാരെയൊക്കെ ഉപദ്രവിക്കുന്നതിൽ അവർ യാതൊരു ദാക്ഷിണ്യവും കാണിച്ചിരുന്നില്ല. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൊന്നൊടുക്കിയ ആൾ, അതിലൊരാൾ ഹിറ്റ്ലറായിരുന്നു. ഹിറ്റ്ലർ നല്ല ഒന്നാന്തരം വെജിറ്റേറിയൻ ആയിരുന്നു. ഹിറ്റ്ലർ അത്ര നല്ല ആളൊന്നും ആയിരുന്നില്ല. അപ്പോൾ ഇനി അടുത്ത ലാസ്റ്റ് ജീവാരണ്യ പഞ്ചകത്തിൽ പറയുന്നത്, കൊല്ലായികിൽ അവൻ ഗുണമുള്ള പുമാൻ, അല്ലായികിൽ മൃഗത്തോട് തുല്യനവൻ. കൊല്ലുന്നവനില്ല ശരണ്യത, മറ്റെല്ലാ വക നന്മയും ആർന്നിടലുമെന്ന്. കൃഷ്ണൻ സർവജ്ഞനായിരുന്നു, മഹാഗുരുവായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കൊല്ലിച്ച ഒരാളാണ്. അതുകൊണ്ട് കൃഷ്ണനും കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. ആ ജന്മത്തിൽ നിന്ന് മാത്രമല്ല, അതിന് പല പല കഥകളൊക്കെ പറയുന്നുണ്ട്. മുന്നത്തെ ജന്മത്തിൽ ബാലിയെ കൊന്നതിൻ്റെ ഒരു ബാക്കി ഉണ്ടായിരുന്നു. ആ അമ്പായിട്ട് വേടൻ വന്ന് അമ്പ് ചെയ്ത് കൊന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും കൊല്ലുന്നവനാണോ നിങ്ങൾ എത്ര നല്ല ആളാണെന്ന് പറഞ്ഞാലും നിങ്ങൾ നല്ല മനുഷ്യനല്ല. മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്ന ഗുണം എന്ന് പറയുന്നത് അനുകമ്പയാണ്. ഇല്ല എങ്കിൽ പൂക്കാത്ത കായ്ക്കാത്ത ഒരു പാഴ്മരമായിട്ട് മാറിത്തീരുകയുള്ളൂ. ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുള്ളിൽ നീ തിരുമൈ വിട്ടകലാതെ ചിന്തയും അരുളാൽ വരും ഇമ്പം അൻപകന്നൊരു നെഞ്ചാൽ വരും അല്ലൽ ഇതൊക്കെയും ഇരുൾ അൻപിനെ മാറ്റും അല്ലലിൻ കരുവാകും കരുവാമിതേതിനും. നീ അനുകമ്പയില്ല എങ്കിൽ, അരുളില്ല അതെങ്കിൽ അസ്ഥി തോൽ സിര നാറുന്നൊരുടമ്പുദാനവൻ മരുവിൽ പ്രവഹിക്കും അമ്പുവ പുരുഷൻ നിഷ്ഫലഗന്ധ പുഷ്പമാ. പൂക്കാത്ത കായ്ക്കാത്ത ഒരു പാഴ്മരമായിട്ട് നമ്മൾ മാറിത്തീരും. അപ്പം മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്നത് അനുകമ്പ എന്ന ഗുണമാണ്. ഇതില്ല എങ്കിൽ സിര, മുടി, എന്തൊക്കെയാണ് നമ്മൾ വൃത്തിയുടെ സാധനങ്ങളാണ് ശരീരം മുഴുവൻ. മുടി, നഖം, അകത്ത് മുഴുവൻ സ്രവങ്ങളാണ്. ഒരു ദിവസം കുളിക്കാതിരുന്നാൽ തന്നെ നമുക്ക് തന്നെ നാറും. അങ്ങനെയുള്ള ശരീരത്തിൽ ജീവിക്കുന്ന നമ്മളെ നമ്മളാക്കി മാറ്റുന്നത് മനുഷ്യത്വം എന്ന ഗുണമാണ്, അനുകമ്പയാണ്. അപ്പോൾ ഈ അനുകമ്പ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഒരു ജീവിയെയും ഉപദ്രവിക്കില്ല. ഏറ്റവും വലിയ തമാശ, പശുവിനെ കൊല്ലാൻ പാടില്ല എന്ന് പറയും, എന്നിട്ട് അത് കഴിക്കുന്നവരെ തല്ലിക്കൊല്ലുകയും ചെയ്യും. എന്ത് ലോജിക്കാണെന്ന് ആലോചിച്ച് നോക്കുക. മനുഷ്യനെയും കൊല്ലാൻ പാടില്ല,
ഒരു ജീവിയെയും കൊല്ലാൻ പാടില്ല. അതാണ് ഗുരുവിൻ്റെ ദർശനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗുരുവിൻ്റെ ദർശനം വേണ്ടാത്ത രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോട് കൂടിയിട്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും ശരിയാണ്, ഗുരു മത്സ്യമാംസമൊക്കെ കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഗുരുവിൻ്റെ ആശയം തന്നെയാണ് ഈ പറയുന്നതെന്ന്. അങ്ങനെയല്ല. ഇനി ഈ ആശയത്തോട് തന്നെ ഏത് വേദികളും പറയേണ്ട കാര്യമാണ്. ഗുരു വേണ്ട എന്ന് പറയുന്ന കാര്യം, ഗുരു മതത്തെപ്പറ്റി ഇത്രയും ശക്തമായി പറഞ്ഞ ഗുരുവിനെ ഇന്ന് ഹിന്ദു സന്യാസിയാക്കി തീർക്കുന്നു. ഗുരു തന്നെ മതം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞു. അപ്പം മതം ഉപേക്ഷിച്ച ഗുരുവിനെ ഹിന്ദു സന്യാസിയാക്കി ഗുരുവിനെ ചിത്രീകരിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും ഗുരുവിനോട് പ്രതികാരം ഇനി ചെയ്യാൻ പറ്റില്ല. ഏറ്റവും വലിയ ഗുരുനിന്ദയാണ് ഗുരുവിനെ അങ്ങനെ ചിത്രീകരിക്കുന്നത്. ചുരുക്കി പറയുമ്പോൾ അത് കൂടുതൽ വ്യക്തമാക്കി പറയാം. അതുപോലെ ജാതിയെപ്പറ്റി ഇത്രയും ശക്തമായി പറഞ്ഞ ഗുരുവിനെ ജാതിയുടെ ഗുരുവായിട്ട് മാത്രം ചിത്രീകരിക്കുന്നു. അതുപോലെ തന്നെ ഗുരു ഏറ്റവും ശക്തമായി എതിർത്തതാണ് മദ്യം. മദ്യത്തെപ്പറ്റി ഇത്രയും ശക്തമായി ആരും തന്നെ പറഞ്ഞില്ല. ഗുരുവിന് കൃത്യമായ ഒരു മദ്യനയം ഉണ്ടായിരുന്നു. മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. മദ്യത്തിൻ്റെ കുപ്പിയിൽ എഴുതിയിരിക്കുന്നത് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്നാണ്. ആൽക്കഹോൾ കൺസപ്ഷൻ ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. അതിൻ്റെ ഇംഗ്ലീഷും മലയാളമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. സ്മോക്കിംഗ് കിൽസ് എന്നാണ് സിഗരറ്റിൻ്റെ പാക്കറ്റിൽ എഴുതി വച്ചിരിക്കുന്നത്. പുകവലി കൊല്ലുന്നു എന്നാണ്. കൊല്ലുന്നു, വിഷമാണ്, ആരോഗ്യത്തിന് ഹാനികരമാണ് ഒക്കെ പറയുന്നു. നമ്മുടെ കയ്യിലേക്ക് കുറച്ച് വിഷമെടുത്ത് തന്നിട്ട് കുടിക്കാൻ പറഞ്ഞാൽ നമ്മൾ കുടിക്കുമോ? നമ്മൾ അവിടെ കുടിക്കില്ല. പക്ഷെ മദ്യം നമ്മുടെ കയ്യിലേക്ക് തരുമ്പോൾ എടുത്ത് കുടിക്കുന്നു. അപ്പോൾ ഏകദേശം 20 വർഷത്തോളമെങ്കിലും ഒരു കുട്ടി സ്കൂളിലൊക്കെ പോയി പഠിക്കുന്നുണ്ട്, പല വിഷയങ്ങൾ പഠിക്കുന്നുണ്ട്, വീട്ടിൽ കുട്ടികളെ പലരും വളർത്തുന്നുണ്ട്. പക്ഷെ ഇത്രയും കാലം കൊണ്ട് മദ്യം വിഷമാണ്, അത് കുടിക്കാൻ പാടില്ല, ഇതൊക്കെ വിഷമാണ്, ഇത് മനുഷ്യനെ കൊല്ലുന്നതാണെന്ന് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മളുടെ കുട്ടിയെ വളർത്തിയതും വിദ്യാഭ്യാസമൊക്കെ പാഴായി പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇവിടെ അധ്യാപകരൊക്കെ ഇരിക്കുന്നുണ്ട്. ഒരു കുട്ടിയെ കിട്ടുമ്പോൾ അവൻ പുറത്തേക്ക് പോകുമ്പോൾ, സ്കൂൾ വിട്ട് പടി ഇറങ്ങുമ്പോൾ മിനിമം ഇതെങ്കിലും അവരെ ബോധ്യപ്പെടുത്താൻ സാധിക്കണം. മദ്യപിക്കാത്തൊരു സമൂഹമായിട്ട് ആ സമൂഹത്തെ മാറ്റി തീർക്കാൻ സാധിക്കണം. ഇന്ന് മദ്യപാനികളൊക്കെ സമൂഹത്തിലുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ കാരണക്കാർ അധ്യാപകരും അവരെ വളർത്തിയ അച്ഛനും അമ്മയും ഒക്കെ തന്നെയാണ്. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന റോഡ് അപകടങ്ങൾ, പല വീടുകളിലും നടക്കുന്ന ഗാർഹിക പ്രശ്നങ്ങൾ, ഇപ്പോൾ ദിവസേന പത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഒരു അമ്മയെ മകൻ മദ്യപിച്ച് തല്ലിക്കൊന്നു എന്ന് വാർത്ത കാണാൻ പറ്റും. സാധാരണ ഒരു മനുഷ്യൻ അങ്ങനെ മകൻ അങ്ങനെ ചെയ്യില്ല. മദ്യം നമ്മുടെ ബ്രെയിനിനെ ബാധിക്കുന്ന ഒരു വിഷമാണ്. നമ്മുടെ ഞാനിപ്പോൾ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ബോധമുള്ളത് കൊണ്ടാണ്. ഞാൻ എന്താണ് പറയുന്നതെന്ന് എനിക്ക് കൃത്യമായ ബോധമുണ്ട്. മദ്യപിച്ച് കഴിയുമ്പോൾ എൻ്റെ ഈ ബോധം എനിക്ക് നഷ്ടപ്പെടുകയാണ്. ഡോപ്പമിൻ പോലുള്ള കെമിക്കലുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഹാപ്പി ഹോർമോണാണ്. ഇത് മദ്യപിക്കുമ്പോഴും പുകവലിക്കുമ്പോഴൊക്കെ സന്തോഷം ഉണ്ടാകും എന്നുള്ളത് ശരിയായ കാര്യമാണ്. സന്തോഷം ഉണ്ടാകും, പക്ഷെ അത് ശരിയായ രീതിയിലുള്ള സന്തോഷമായിരിക്കില്ല. ബോഡി ബാലൻസ് പോകും. എല്ലാ തരത്തിലും മനുഷ്യനല്ലാതെ ആക്കി തീർക്കുന്നതാണ് മദ്യമെന്ന വിപത്ത്. അതുകൊണ്ടാണ് ഗുരു കൃത്യമായിട്ട് ഇതിനെതിരെ ഒരു സ്റ്റാൻഡ് എടുത്തത്. ഈ മദ്യപിക്കുന്ന ആൾ 2 കാലിലല്ല പിന്നെ നിൽക്കുന്നത്, പിന്നീട് ബോഡി ബാലൻസ് പോയി. അതാണ് നമ്മൾ പാമ്പാവുക എന്ന് പറയുന്നത്. അത് ഇഴയും, അത് ബോഡി ബാലൻസ് തകർക്കുന്നതാണ്, നമ്മുടെ കാഴ്ചയെ തളർത്തുന്നതാണ്. നമ്മൾ നേരായ കാഴ്ചകളായിരിക്കില്ല മദ്യപിച്ച് കാണുമ്പോൾ, കേൾവിക്ക് മാറ്റം വരുന്നു. അങ്ങനെ മൊത്തത്തിൽ ശരീരം എന്നത് മുഴുവൻ നിയന്ത്രിക്കുന്നത് തലച്ചോറാണ്. ഈ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ മുഴുവൻ തകർത്ത് കളയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ചിലർ പറയും 2 അടിച്ചാലും കുഴപ്പമില്ല. പക്ഷേ ഈ 2 അടിക്കുന്നതാണ് പ്രശ്നം. അതിൽ നിന്നാണ് തുടക്കം മുഴുവൻ വരുന്നത്. അതുകൊണ്ട് കൂടുതലിരിക്കുന്ന അമ്മമാരൊക്കെയാണ്, പ്രിയപ്പെട്ട അമ്മമാർ, നമ്മുടെ മക്കൾ ആത്മഹത്യ ചെയ്യുന്നത് നമ്മൾ ആഗ്രഹിക്കാത്തൊരു കാര്യമാണ്. ഈ മദ്യപാനവും പുകവലിയൊക്കെ ഏറ്റവും വലിയ ആത്മഹത്യയാണ്. അതിനെ കണ്ടിട്ട് അതിനെ കാണാത്ത രീതിയിൽ നിങ്ങൾ ഇരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മക്കളോട് നിങ്ങൾക്ക് യാതൊരു സ്നേഹവും ഇല്ല എന്നാണ് അത് അർത്ഥമാക്കേണ്ടത്. എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്നത് എൻ്റെ അച്ഛൻ എൻ്റെ ജീവിതത്തിൽ നൽകിയ ഏറ്റവും വലിയ പാഠം ഇതൊന്നും ചെയ്യരുതെന്നാണ്. അത് ചെയ്യരുതെന്ന് പറഞ്ഞത്, അത് ചെയ്യാതെ ജീവിതം കൊണ്ടൊരു മാതൃക കാണിച്ചത് കൊണ്ടാണ് അച്ഛനത് പറയാൻ സാധിച്ചത്. അതുകൊണ്ട് ഗുരു
മുന്നോട്ട് വെച്ച ഏറ്റവും വലിയൊരു കാര്യമാണ് മദ്യപാനം പാടില്ല എന്നുള്ളത്. മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. ഉൽപാദനം, വിതരണം, ഉപഭോഗം, 3 കാര്യങ്ങളാണ്. കുറച്ച് ഉൽപാദനം നിർത്തിയത് കൊണ്ടോ വിതരണം നിർത്തിയത് കൊണ്ടോ മദ്യപാനം നിൽക്കില്ല. ബിവറേജ് മുഴുവൻ പൂട്ടിപ്പോയി കഴിഞ്ഞാലും കുക്കറിലിട്ടിട്ടാണെങ്കിലും നാട്ടുകാർ വാറ്റും. കോവിഡ് സമയത്ത് നമ്മളത് കണ്ടതാണ്. അപ്പം മദ്യപാനികളാണ് ഇതിനെല്ലാം നിലനിർത്തുന്നത്. നിങ്ങൾ കുടിക്കാതിരിക്കൂ, വിതരണം നിൽക്കും, ഉൽപാദനവും നിൽക്കും. അപ്പോൾ കുടിക്കാതെ ഇരിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ വിതരണം നിർത്തുക, ഉൽപാദനം നിർത്തുക. ഇതിനോട് ഗുരു സന്യാസിയായിരുന്നു, വെറും സന്യാസിയായിരുന്നില്ല. ഗുരുവിൽ നിന്ന് പുതിയൊരു സന്യാസം തുടങ്ങുന്നുണ്ട്. ഒരു പുതിയ സന്യാസ സമ്പ്രദായം ഗുരുവിൽ നിന്ന് തുടങ്ങുകയാണ്. ബുദ്ധനിൽ നിന്നും പുതിയൊരു സന്യാസ പരമ്പര തുടങ്ങുന്നുണ്ട്. ശങ്കരാചാര്യരിൽ നിന്നും പുതിയൊരു പരമ്പര, അതുപോലെ ഗുരുവിൽ നിന്നും പുതിയൊരു പരമ്പര തുടങ്ങുകയാണ്. ശങ്കരാചാര്യരുടെ പരമ്പരയിലുള്ള സന്യാസിമാർ അവരുടെ പേരിൻ്റെ കൂടെ ആനന്ദ, തീർത്ഥ, ഗിരി, പുരി, വനം എന്ന ദശനാമിയിൽപ്പെട്ട ഏതെങ്കിലും പേരുകളൊക്കെ സ്വീകരിക്കുകയും അതൊരു സമ്പ്രദായമായിട്ടാണ് വരുന്നത്. ബുദ്ധ സന്യാസ സംഘം എന്ന് പറയുന്നത് ഒരു കൂട്ടമായിട്ടാണ് ബുദ്ധ സന്യാസ സംഘവും പ്രവർത്തിക്കുന്നത്. പക്ഷേ ഗുരുവിൻ്റെ സംഘം ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. ഗുരുവിൻ്റെ സംഘം അതുവരെയും ശങ്കരാചാര്യരുടെ സമ്പ്രദായം എന്ന് പറയുന്നത് സന്യാസി എന്നാൽ കർമ്മങ്ങൾ ഉപേക്ഷിച്ച വ്യക്തിയാണ് സന്യാസി എന്ന് പറയുന്നത്. സന്യാസിക്ക് കർമ്മമില്ല. പക്ഷേ ഗുരു സന്യാസിക്ക് പുതിയൊരു നിർവചനം കൊടുക്കുകയാണ്. സന്യാസി എന്നാൽ ത്യാഗി, സ്വാർത്ഥം വെടിഞ്ഞ് മറ്റുള്ളവർക്കായി പ്രവർത്തിക്കുന്നവൻ. ഇതാണ് ഗുരു സന്യാസിക്ക് കൊടുത്ത നിർവചനം. അപ്പോൾ സന്യാസിക്ക് കർമ്മം ഉണ്ടെന്നാണ് ഗുരു പറഞ്ഞത്. ഗുരുവിനെ സംബന്ധിച്ച് ഗുരു സന്യാസി ആയിരിക്കെ തന്നെ കർമ്മം ചെയ്തതാണ്. അപ്പം അതുകൊണ്ട് ചട്ടമ്പിസ്വാമിയൊക്കെ ഗുരുവിനെ പലപ്പോഴൊക്കെ വിമർശിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രവൃത്തി അവരുടെ പണിയുണ്ടല്ലേ എന്ന്. കാരണം സ്കൂൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശിവഗിരി സ്കൂളിൻ്റെ പിരിവിനായി ഗുരു പലയിടത്തും നടക്കുന്നുണ്ട്. ഈ കരം പിരിക്കുക എന്നുള്ള കർമ്മം ചെയ്യുന്ന ആൾക്ക് പറയുന്ന പേരാണ് പ്രവൃത്തിയാർ. പണ്ടത്തെ ആളുകൾക്കൊക്കെ അറിയാം. അപ്പോൾ പ്രവൃത്തിയാരുടെ പണി ഉണ്ടല്ലേ ഇപ്പോൾ എന്നാണ് ചട്ടമ്പിസ്വാമി ചോദിക്കുന്നത്. ഗുരു അതിന് നൽകിയ മറുപടി പ്രവൃത്തി ഉണ്ട്, ആരില്ല. പ്രവൃത്തി ഉണ്ട്, ആരില്ല. ഗുരുവിന് പ്രവൃത്തിയൊക്കെ ചെയ്താലും ഗുരുവിൻ്റെ സന്യാസത്തിന് അതുകൊണ്ട് യാതൊരു ദോഷവും സംഭവിക്കുന്നില്ല. ഗുരുവിൻ്റെ പ്രത്യേകത മറ്റ് സന്യാസിമാരിൽ നിന്നും ജീവിത നിരാസം നടത്തുന്നില്ല. നിങ്ങളിപ്പോൾ ഗുരുവിൻ്റെ അടുക്ക് വന്നു കഴിഞ്ഞാൽ കുടുംബമൊക്കെ ഉപേക്ഷിച്ച് സന്യാസിയാവുമെന്ന് ഗുരു ഒരിക്കലും പറയില്ല. സി കേശവൻ ഗുരുവിൻ്റെ അടുക്ക വരുന്നത് സന്യാസിയാകണമെന്നും പറഞ്ഞിട്ടാണ്. പക്ഷേ ഗുരു പറഞ്ഞത് സന്യാസിയാവുകയല്ല വേണ്ടത്, പോയി നിയമം പഠിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് അദ്ദേഹം നിയമം പഠിക്കുകയും നല്ല വക്കീലാവുകയും തിരുക്കൊച്ചിയിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആവുകയും ചെയ്തു. ഇത് ഗുരുവിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. ഗുരു ആരെയും പിടിച്ച് വെറുതെ സന്യാസിയാക്കിയില്ല. ഒരാൾ നല്ല മദ്യപാനിയായ ആളായിരുന്നു. മദ്യപാനമൊക്കെ നിർത്തിയിട്ട് അദ്ദേഹം ഗുരുവിൻ്റെ അടുക്ക് വന്ന് സന്യാസിയാകണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു. ഗുരു പറഞ്ഞത് ചെത്തിൻ്റെ അയോധ്യാകാന്ഡമല്ല സന്യാസം, തിരിച്ചു ചെന്ന് ഭാര്യയും കുട്ടിയും നോക്കി അവിടെ സന്തോഷത്തോടുകൂടി കഴിയുമെന്നാണ്. അതായത് ഗുരു സന്യാസത്തെ കണ്ടിരുന്നത് വെറുതെ ഒരു കൂട്ടമായി ജീവിക്കുന്ന ഒരു സമൂഹമായിട്ടല്ല. സമൂഹത്തിന് ഇവരെ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇതിന് ആദ്യമേ പറഞ്ഞത് ജാതിയും മതവും ഉപേക്ഷിച്ചവർക്കേ സന്യാസം നൽകാവൂ. ആദ്യത്തെ വ്യവസ്ഥയാണ്. ജാതിയും മതവും ഉപേക്ഷിച്ചവർക്ക് സന്യാസം കൊടുക്കാവുന്നുള്ളത് മറ്റൊരു സന്യാസ സമ്പ്രദായത്തിലും ഇല്ലാത്തൊരു വ്യവസ്ഥയാണ്. അതുപോലെ ശ്രീനാരായണ ധർമ്മസംഘത്തിൽ ചേരണമെങ്കിൽ ഒരു സന്യാസിയായി ഒരു സന്യാസിക്ക് അംഗത്വം കിട്ടണമെങ്കിൽ ഒരു ഫോമുണ്ട്. ആ ഫോമിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതിൻ്റെ 6ാമത്തെ ചോദ്യം ജാതി മതങ്ങൾ ഉപേക്ഷിച്ച വ്യക്തിയാണോ? അങ്ങനെ ആണ് എന്ന് പറയുന്നവർക്കാണ് സന്യാസം കൊടുക്കുന്നത്. ശിവഗിരി മഠത്തിൽ ഇന്നും ഉള്ളൊരു ചോദ്യം, ശിവഗിരി മഠത്തിൽ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ജാതി മതങ്ങൾ ഉപേക്ഷിച്ചവർക്ക് ഒരു സന്യാസി സംഘം എന്നത് ഗുരുവിൻ്റെ സങ്കല്പമായിരുന്നു. ശിവഗിരി ഫ്രീ ഇൻഡസ്ട്രിയൽ ആൻഡ് അഗ്രികൾച്ചറൽ ഗുരുകുല എന്നൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ നേതൃത്വം നൽകിയിരുന്നത് ഏണസ്റ്റ് കെർക്ക് എന്ന ഗുരുവിൻ്റെ യൂറോപ്യനായ ശിഷ്യനായിരുന്നു. അതുവഴിയൊക്കെ നെയ്ത്ത് പോലുള്ള കാര്യങ്ങൾ, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം,
നിശാപാഠശാലകൾ, ഇതൊക്കെ ശിവഗിരി മഠത്തിൽ ഉണ്ടായിരുന്നു. സാധാരണ അന്നത്തെ ആശ്രമങ്ങളിലൊന്നും കണ്ട് പരിചിതമല്ലാത്ത കാര്യങ്ങളായിരുന്നു ഇവയൊക്കെയും. സന്യാസം എന്നത് കേവലം ഒറ്റയ്ക്കുള്ളൊരു മോക്ഷമായിരുന്നില്ല, സമൂഹത്തിൻ്റെ മുഴുവൻ മോക്ഷത്തിലാണ് ഗുരു മുന്നോട്ട് വയ്ക്കുന്ന മോക്ഷം നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ഒരുവന് നല്ലതും അന്യനല്ലലും ചേർപ്പ് ഒരു തൊഴിൽ ആത്മവിരോധി എന്നും അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണം എന്നൊക്കെ ഗുരു പറയുന്നതും. സന്യാസം എന്നത് ഇനി ചർച്ചയിൽ കൂടുതൽ സന്യാസത്തെപ്പറ്റി വ്യക്തമാക്കാമെന്ന് കരുതുന്നു. ഇനി 2 കാര്യങ്ങൾ കൂടിയാണ് പറയാനുള്ളത്. ഒന്ന്, തീർത്ഥാടനത്തെപ്പറ്റി. തീർത്ഥാടനം ഗുരു വിഭാവനം ചെയ്യുന്നതും ഒരു ഹിന്ദുമത തീർത്ഥാടനം എന്നുള്ള രീതിയിലോ മറ്റ് പതിവ് തീർത്ഥാടനത്തിൻ്റെ പാതയിലോ അല്ല. ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ കിട്ടൺ റൈറ്റർ പറയുന്നുണ്ട്, ഹിന്ദുക്കൾക്ക് കാശി രാമേശ്വരമുണ്ട്, മറ്റു മതക്കാർക്ക് മറ്റേതുമുണ്ട്, അപ്പോൾ നമുക്ക് ഒന്നുമില്ല. ഇവിടെ നമുക്ക് എന്ന് പറയുമ്പോൾ ഇതിൽ ഒന്നും പെട്ടതല്ല നമ്മൾ എന്നൊരു ധ്വനി ആ ചോദ്യത്തിൽ തന്നെയുണ്ട്. മറുപടിയായിട്ട് പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം എടുക്കേണ്ടത് ദിവസം കുറിക്കുമ്പോൾ യൂറോപ്യന്മാരുടെ ആണ്ട് പിറപ്പിനായിക്കോട്ടെ എന്നാണ്. അവിടെ ഗുരുവിന് യൂറോപ്യന്മാരെ സ്വീകരിക്കാൻ കഴിഞ്ഞിരുന്നു എന്ന് മാത്രമല്ല, പല സന്ദർഭങ്ങളിലും ഗുരു പറഞ്ഞിട്ടുണ്ട്, നമുക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണ്. രാമൻ്റെ കാലത്ത് പോലും ശൂദ്രാദികൾക്ക് സന്യസിപ്പാൻ അവകാശമില്ലായിരുന്നു. ഇപ്പോൾ ഇഷ്ടം പോലെ എല്ലാവർക്കും സന്യസിക്കാമെന്നാണല്ലോ. അപ്പോൾ അവർ ഗുരുക്കന്മാരായില്ലേ എന്നുള്ളത്. രാമൻ്റെ കാലത്തെന്ന് പറയുമ്പോൾ രാമരാജ്യത്തെ അവസ്ഥയാണ് പറയുന്നത്. ശംഭൂകൻ എന്ന മുനി തപസ് ചെയ്തപ്പോൾ അദ്ദേഹത്തെ രാമൻ എന്ന രാജാവ് കൊല്ലുകയാണ് ചെയ്തത്. അപ്പോൾ ഈ രാമരാജ്യം വരണം എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, രാമരാജ്യം വരുമ്പോൾ അതിൻ്റെ കൂടെ ചാതുർവർണ്ണ്യം വരികയും ആ ചാതുർവർണ്ണ്യത്തിൽ മനുഷ്യരൊക്കെ പുറത്താവുകയും ചാതുർവർണ്ണ്യത്തിലുള്ളവർ മാത്രം അകത്താവുകയും ചെയ്യുന്ന ഒരു പ്രത്യേക പ്രതിഭാസം കൂടിയാണ് രാമരാജ്യം എന്ന് പറയുന്നത്. മനുഷ്യനെ ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് ഗുരു മുന്നോട്ട് വയ്ക്കുന്ന ആശയം. ഏക ലോകം എന്നതായിരുന്നു ഗുരുവിൻ്റെ ആശയങ്ങളെ സാരമായിരിക്കുന്നത്. 8 ലക്ഷ്യങ്ങളെ തീർത്ഥാടന ലക്ഷ്യമായിട്ട് ഗുരു മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിൽ ആദ്യത്തേത് വിദ്യാഭ്യാസമാണ്. പിന്നീടാണ് ഈശ്വരഭക്തിയും കൃഷിയും കച്ചവടവും ശാസ്ത്ര സാങ്കേതിക വിദ്യയും ഒക്കെ വരുന്നത്. ശാസ്ത്ര സാങ്കേതിക വിദ്യയൊക്കെ സാധാരണ സ്പിരിച്വാലിറ്റിയിൽ ആധ്യാത്മികതയിൽ അവർ പുറന്തള്ളുന്നുണ്ടെങ്കിലും ഗുരു അന്നേ ശാസ്ത്ര സാങ്കേതിക വിദ്യയെ ഗുരുവിൻ്റെ ദർശനത്തോടൊപ്പം ചേർത്ത് വച്ചിരുന്നു. അങ്ങനെ ചേർത്ത് വയ്ക്കാൻ ഗുരുവിന് കഴിഞ്ഞിരുന്നു. നമ്മൾ ചൊല്ലുന്ന ദൈവദശകത്തിൽ പോലും ആവിവൻ തോണി പോലുള്ള പദങ്ങളൊക്കെ സ്റ്റീം എഞ്ചിൻ്റെയൊക്കെ മലയാള പദമാണ്. റെയില്, ജയില് ഇതുപോലുള്ള പദങ്ങളൊക്കെ ഒരു മലയാള പദമല്ല, അതൊക്കെ ഇംഗ്ലീഷ് പദങ്ങളെ ഗുരു സ്വീകരിച്ചിരുന്നതാണ്. അത് നമുക്ക് ഗുരുവിൻ്റെ കൃതികൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഞാൻ പറഞ്ഞു വന്നതിനെ ഇങ്ങനെ സംഗ്രഹിക്കാം. ഗുരുവിൻ്റെ ദർശനം എന്നത് കേവലം ഇന്ത്യക്കകത്തോ കേരളത്തിനകത്തോ മാത്രം ഒതുങ്ങി നിൽക്കത്തക്ക വിധത്തിൽ ഗുരു അവതരിപ്പിച്ചിട്ടുള്ളതല്ല. അതൊരു ഏകലോക ദർശനമായിരുന്നു. എവിടെയെല്ലാം മനുഷ്യർ വേദനിക്കുന്നുണ്ടോ ആ മനുഷ്യരുടെ എല്ലാം വേദനയെ കാണണമെന്നാണ് ഗുരുവിൻ്റെ ദർശനം പഠിപ്പിക്കുന്നത്. അല്ലാതെ കണ്ടില്ല എന്ന രീതിയിൽ ഇതൊക്കെ മായയാണെന്ന് നടിക്കുന്ന വേദാന്തമല്ലായിരുന്നു ഗുരുവിൻ്റേത്. ഗുരുവിന് വേദാന്തം ഉണ്ടായിരുന്നു, അദ്വൈതം ഉണ്ടായിരുന്നു. പക്ഷേ അത് മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന വേദാന്തമായിരുന്നില്ല, ഒരുമിച്ച് ചേർത്ത് നിർത്തുന്ന വേദാന്തമായിരുന്നു. ആശാൻ ചോദിച്ചിട്ടുണ്ട്, എന്തോ ഒരു സങ്കടം ബ്രഹ്മവിദ്യ നിന്നിൽ എന്തീ കാണുന്ന വൈപരീത്യം. ആ വിപരീതം എല്ലാവരും ഒന്നാണെന്ന് പറയുകയും ചെയ്യും, പക്ഷേ മനുഷ്യരെ മുഴുവൻ ഭിന്നിപ്പിക്കുകയും ചെയ്യും. ഇതായിരുന്നില്ല ഗുരുവിൻ്റെ ദർശനം. മനുഷ്യൻ്റെ പ്രത്യേകത, മനുഷ്യന് അടിസ്ഥാനപരമായ ആവശ്യങ്ങളിലേക്ക് വരുമ്പോൾ മനുഷ്യന് ഒരു ജാതിയും ഒരു മതവും ഒരു ദൈവവുമാണുള്ളത്. ഇത് ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കപ്പെട്ടിട്ടുള്ളത് സാഹിത്യത്തിലാണ്. ആനന്ദ ഭിക്ഷുവിന് ജലം നൽകിയ മാതങ്കി. അവിടെ ദാഹിച്ചു നിൽക്കുന്ന ആനന്ദൻ്റെ മുന്നിൽ ആനന്ദം പറയുന്ന ദാഹത്തിന് ഒരു ജാതിയും ഒരു മതവും ഒരു ദൈവമേ ഉള്ളൂ. ഇനി കുറച്ചും കൂടി നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, പ്രളയം വന്നു, കോവിഡ് വന്നു, ഈ സമയങ്ങളിലൊക്കെ മനുഷ്യർക്ക് ഒരു ജാതിയും ഒരു മതവും ഒരു ദൈവവുമാണ് ഉണ്ടായത്. അത്തരം പ്രകൃതി ദുരന്തങ്ങളൊക്കെ വരുമ്പോഴാണ് പലപ്പോഴും ഗുരുവിൻ്റെ ദർശനങ്ങളിലേക്ക് നമ്മളൊക്കെ മടങ്ങുന്നത്. വെള്ളം ഇറങ്ങി പോകുമ്പോഴും കോവിഡ് എന്ന് കെട്ടടങ്ങുമ്പോഴും വീണ്ടും സമൂഹത്തെ
നമ്മൾ ഭിന്നിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഹിന്ദുവിൻ്റെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഒരു മുസ്ലിമിൻ്റെ വീട്ടിൽ നിന്ന് അയാളെ രക്ഷിച്ചത് ഒരു ഹിന്ദു ആയിരിക്കും. ഒരു ഹിന്ദുവിൻ്റെ വീട്ടിൽ നിന്ന് പ്രളയകാലത്ത് ചിലപ്പോൾ ഒരു മുസ്ലിം ക്രിസ്ത്യാനി ആയിരിക്കും രക്ഷപ്പെടുത്തിയിട്ടുണ്ടാവുക. പക്ഷേ ഇന്ന് നമ്മളെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർ നമ്മുടെ ശത്രുക്കളാണെന്നാണ്. ഈ ഇവരെന്നും അവരെന്നൊക്കെ പറഞ്ഞ് മനുഷ്യരെ ഈ വേർതിരിക്കും. നിങ്ങൾ ഏത് പ്രത്യയശാസ്ത്രത്തിൽ ഏത് മതത്തിലും വിശ്വസിച്ചോളൂ, പക്ഷേ മറ്റ് മതക്കാരെന്നും പറഞ്ഞ് അവർ നമ്മുടെ ശത്രുക്കളാണെന്ന് നമ്മളെ പഠിപ്പിക്കാൻ വരുന്നവരെ അകറ്റി നിർത്താൻ നമുക്ക് ധൈര്യമുണ്ടാകണം. അതിനുള്ള ഒരു നട്ടൽ നമ്മൾ കാണിക്കേണ്ടതാണ്. കാരണം അവർക്ക് ഗുരുവിരുദ്ധരാണ്. അവർ ആത്യന്തികമായി വെല്ലുവിളിക്കുന്നത് ഗുരുവിൻ്റെ ദർശനത്തെ തന്നെയാണ്. കാരണം ഗുരുവിനെ ഹിന്ദു ആക്കി തീർക്കുക വഴി ഒരുപാട് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. ഗുരുവിൻ്റെ ദർശനം സ്വതന്ത്രമല്ല. മറ്റു പലരും പറഞ്ഞ കാര്യങ്ങൾ ഏറ്റുപറയുക മാത്രമാണ് ഗുരു ചെയ്തത്. ശങ്കരാചാര്യരുടെ പരമ്പരയിൽപ്പെട്ട ഗുരു മാത്രമാണ് ഗുരു. അതുകൊണ്ട് ഗുരു എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ ശങ്കരൻ പറഞ്ഞത് തന്നെയാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. ശങ്കരൻ പറഞ്ഞതിനപ്പുറം ഒന്നും ഗുരു പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഏറ്റവും വലിയ തമാശ, ഗുരു തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ശങ്കരാചാര്യർ വലിയ ആളായിരുന്നിരിക്കാം, പക്ഷേ ജാതിയുടെ കാര്യത്തിൽ ചെറിയ ആളായിരുന്നു. വേദത്തിൽ പ്രമാണം കിട്ടിയാൽ ഇവരാരും അതിനപ്പുറം പോവില്ല, പരമയുക്തിവാദിയായിരുന്ന ശങ്കരാചാര്യർ പോലും എന്നൊക്കെ പറഞ്ഞ ഗുരു ചില സന്ദർഭങ്ങളിൽ ശങ്കരൻ പറഞ്ഞ കാര്യങ്ങളെ അനുകൂലിച്ചിട്ടുമുണ്ട്. അല്ലാതെ ശങ്കരൻ്റെ തനിപ്പതപ്പായിരുന്നില്ല ഗുരുവിൻ്റെ ദർശനവും. ഗുരു സ്വതന്ത്രനായിരുന്നു. ഗുരുവിനെ നമുക്ക് പ്രത്യേക ഒരു ജാതിയിലോ മതത്തിലോ ഒരു പ്രത്യേക ശാസ്ത്രത്തിലോ ഒന്നും കൂട്ടിക്കെട്ടാൻ പറ്റില്ല. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിങ്ങനെ വർഗീയമായി ചിന്തിക്കുന്നവരെന്നൊക്കെ പറയുമ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിയെ മാത്രം കാണേണ്ട കാര്യമില്ല. ഇന്ന് നമ്മൾ സമൂഹത്തിലിറങ്ങി സംസാരിച്ചു കഴിഞ്ഞാൽ ഏത് പാർട്ടിയുടെ ഇടയിലും ഈ ചിന്താഗതിയുള്ളവരുണ്ട്. അത് നമ്മുടെ കേരളം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ്. പ്രത്യയശാസ്ത്രപരമായ ഒരു അടിത്തറ നമുക്കില്ലാതെയാവുന്നു, ആത്മീയത ഇല്ലാതെയാവുന്നു. മതപരമായി നമ്മൾ വലിയ മാറ്റങ്ങൾക്ക് വിധേയമാവുന്നു. ഗുരുവിൻ്റെ പേരിൽ ക്ഷേത്രങ്ങൾ വരുന്നു, അതുവഴി പല പല ആചാരങ്ങൾ വരുന്നു. പക്ഷെ അതൊക്കെ തിരിച്ചു പോകുന്നത് ബ്രാഹ്മണ്യത്തിലേക്കാണ്. ഗുരു തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കഴിഞ്ഞ് ഇനി ആരെ പൂജാരിയായിട്ട് നിയമിക്കണം, പോറ്റിയെ വിളിച്ചാലോ എന്ന് ആ പ്രദേശത്തുള്ള ആളുകൾ പറയും. പോറ്റി എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ഭാഗത്തൊക്കെ ബ്രാഹ്മണർക്ക് പറയുന്നൊരു പേരാണ്. അപ്പോൾ ഗുരു പറഞ്ഞു, കൊള്ളാം, പോറ്റിയെ വിളിച്ചാൽ പോയതെല്ലാം തിരികെ വന്നുകൊള്ളും എന്നാണ് ഗുരു പറഞ്ഞിട്ടുള്ളത്. ഇന്ന് ഗുരുവിൻ്റെ പേരിൽ ഗുരു മന്ദിരങ്ങൾ മാറി അവയുടെ സ്ഥാനത്ത് ക്ഷേത്രങ്ങൾ വരികയാണ്. ഈ ക്ഷേത്രങ്ങൾ വരിക വഴി നമുക്ക് ഈ മുന്നിലിരിക്കുന്ന ഗുരുവിൻ്റെ പ്രതിമയ്ക്ക് മുന്നിൽ നിങ്ങൾക്ക് ഏവർക്കും ഒരു പുഷ്പം ചെന്ന് അർച്ചിക്കാമല്ലോ, മാലയിടാം, ആരും എതിർക്കില്ല. ഗുരുവിൻ്റെ ക്ഷേത്രങ്ങളിൽ അത് സാധ്യമല്ല. അതിനിടയ്ക്കിൽ പുരോഹിതൻ വരികയാണ്. ഈ പുരോഹിതൻ ആണ് പിന്നെ നമ്മുടെ പ്രാർത്ഥനകൾ നേരെ ഗുരുവിലേക്ക് എത്തിക്കുന്നത്. അതിനു മുൻപ് വരെ നമ്മുടെ പ്രാർത്ഥനകൾ നമുക്ക് ഗുരുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കാമായിരുന്ന അവസ്ഥയിൽ നിന്നും ഇടയ്ക്കൊരു മധ്യസ്ഥനെ ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഈ ക്ഷേത്രങ്ങളിൽ ഇന്ന് കാണുന്ന ആചാരങ്ങൾ ഗുരു എന്താണോ പറഞ്ഞത് അതിന് നേരെ വിപരീതമായിട്ട് വരുന്നു. ഇളനീർ വെട്ടരുത്, എല്ലാം തേങ്ങയാവട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് ഗുരുവിൻ്റെ തലവഴി തന്നെ കരിക്ക് വെട്ടി ഒഴിക്കുകയാണ്. ഗുരു എന്താ പറഞ്ഞതെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. കരിയും വേണ്ട, കരുമരുന്നും വേണ്ട എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഗുരുവിൻ്റെ ക്ഷേത്രങ്ങളിൽ വെടിക്കെട്ട്, ഗുരുവിനെ തന്നെ ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്നു. ഒരു കാട്ടിൽ കിടക്കുന്ന സാധു ജീവിയെ കൊണ്ടുവന്ന് ഈ ചൂടത്ത് ഇവിടെ നിർത്തിയിട്ട് ഗുരുവിൻ്റെ തന്നെ വിഗ്രഹം ആ ജീവിയുടെ മുകളിൽ കയറ്റി വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇതിലും വലിയ ഗുരുനിന്ദ വേറെ ഇല്ല. കാരണം കാള വലിക്കുന്ന വണ്ടിയിൽ കയറാത്ത ഗുരു, ഒരു ജീവിയും വലിക്കുന്ന വണ്ടിയിൽ ഗുരു കയറിയിട്ടില്ല. ഗുരു അതിന് നൽകിയ മറുപടി, ആ ജീവി അതിൽ ഞാൻ കയറണമെന്ന് ആഗ്രഹിക്കുന്നില്ല, പക്ഷെ മനുഷ്യൻ വലിക്കുന്ന റിക്ഷയിൽ കയറിയിരുന്നു. ശിഷ്യന്മാർക്ക് സന്തോഷമാണ് ഗുരുവിനെ വെച്ച് വലിക്കുന്നതിൽ. പക്ഷെ ഗുരു കാലത്തിനൊപ്പം സഞ്ചരിച്ച ഗുരു എന്ന് പറയുമ്പോൾ കാറ് വന്ന കാലത്ത് ഗുരു കാറ് മേടിച്ചു. പിന്നെ കാറിലായിരുന്നു ഗുരുവിൻ്റെ സഞ്ചാരം, ട്രെയിനിൽ സഞ്ചരിച്ചിരുന്നു. പക്ഷെ ഒരിക്കലും ഈ ജീവികൾ വലിക്കുന്ന വണ്ടിയിൽ ഗുരു കയറി യാത്ര ചെയ്തിട്ടില്ല. ഒരു പീഡ എറുമ്പിനും വരുത്തരുന്ന വെറുതെ എഴുതി വെച്ച അനുകമ്പാദശകത്തിലെ ഒരു വരി മാത്രമായിരുന്നില്ല. ആശാൻ 1916 ഗുരുവിൻ്റെ ഷഷ്ടി പൂർത്തിയോടനുബന്ധിച്ച് എഴുതിയതാണ് ഗുരുസ്തവം. ആ ഗുരുസ്തവത്തിൻ്റെ അവസാനം
ഒരു വരി കൂടി ഉണ്ട്, 4 വരി, ഏറ്റവും അവസാനത്തേത്. തൻ പോലെ ഇറുമ്പാതിയെയും പാർത്തിടും അങ്ങേക്കു ചിരായുസ് ദയാബ്ദേ. തന്നെ പോലെ തന്നെ ഒരു ഉറുമ്പിനെയും കാണുന്ന ഗുരു എന്ന്. അത് വെറുതെ പറയുന്നതല്ല, ഗുരുവിൻ്റെ ജീവിതം അങ്ങനെയായിരുന്നു. മഹാത്മാക്കൾ ഗുരുവിനെ പറ്റി, ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗുരു ഭക്ഷണം കഴിച്ച് കഴുകാൻ ചെല്ലുമ്പോൾ അവിടെ ഉറുമ്പുകളെ കണ്ടു കഴിഞ്ഞാൽ അവിടെ കൈ കഴുകാതെ മറ്റൊരിടത്ത് പോയി കൈ കഴുകിയിരുന്നു എന്ന്. ഇങ്ങനെ ആയിരുന്നു ഗുരുവിൻ്റെ ജീവിതം എന്ന് പറയുന്നത്. ഗുരുവിനെ പറ്റി പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഊന്നി പറയേണ്ടത് ഗുരുവിൻ്റെ അനുകമ്പയാണ്. ഗുരു എല്ലാ കാര്യത്തിലും ആ അനുകമ്പ പാലിച്ചിരുന്നു. ഒരിക്കൽ മംഗലാപുരത്ത് ഒരു മനോഹരമായ പൂന്തോട്ടത്തിൽ നല്ല സുഗന്ധപൂരിതമായിരിക്കുന്ന അന്തരീക്ഷത്തിൽ ഇരുന്നപ്പോൾ ഗുരു പറഞ്ഞത് ഈ കാറ്റിന് ചോരയുടെ മണമെന്നാണ്. ഗുരു അവിടെ നിന്ന് വേഗം എഴുന്നേറ്റ് പോവുകയാണ്. എന്നിട്ട് പറഞ്ഞത് ഈ ചെടികളൊക്കെ നനച്ചിരുന്നത് 2 കാളകൾ ഇങ്ങനെ ചുറ്റി ചുറ്റി വരുമ്പോൾ വെള്ളം ഇങ്ങനെ തേവിക്കൊണ്ടിരുന്നു. പഴയ തേവ് കൊട്ടകളുണ്ട്, അങ്ങനെയാണ് വെള്ളം തേവിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവയുടെ കണ്ണീരാണ്, അവയുടെ ചോരയാണ്, അവയുടെ വിയർപ്പാണ് ഈ പൂക്കളായിട്ട് ഇവിടെ വിടർന്ന് നിൽക്കുന്നത്. അതിൽ നിന്ന് വരുന്ന സുഗന്ധമല്ല, ചോരയുടെ മണമാണെന്ന് ഗുരുവിന് കാണാൻ സാധിച്ചു. ഇങ്ങനെ ഒരു ജീവിതമായിരുന്നു ഗുരുവിൻ്റേത്. അതുകൊണ്ട് മഹനീയ ചരിത്രായ മമതാരഹിതാത്മനെ എന്ന് വെറുതെ എഴുതിയതല്ല. ഇത് ഗുരുവിൻ്റെ ജീവിതത്തോട് ചേർത്ത് വെച്ച് പറയേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഈ ക്ഷേത്രങ്ങളെ പറ്റിയൊക്കെ വേണമെങ്കിൽ ചർച്ചയുടെ സന്ദർഭങ്ങളിൽ കൂടുതൽ പറയാവുന്നതാണ്. എന്തായാലും ഗുരുദർശനം എന്നത് ഇന്ന് സമൂഹത്തിൽ ഉയർന്നു വരുന്ന പല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ്. പക്ഷേ ആ ഗുരുദർശനത്തിൽ വെള്ളം ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ഗുരുദർശനം ഇങ്ങനെ ആയിരിക്കെ വേറൊരു ഗുരുദർശനമാണ് ഗുരുദർശനം എന്ന പേരിൽ നമുക്ക് മുന്നിൽ എത്തിക്കുന്നത്. നമ്മൾ ചൈനയിൽ നിന്നൊക്കെ ചില കശുവണ്ടി വരും, കണ്ടാൽ അത് കശുവണ്ടി ആയിട്ടിരിക്കും, പക്ഷെ അത് കശുവണ്ടി ആയിരിക്കില്ല, ആകൃതിയിൽ കശുവണ്ടി പോലെ തോന്നിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഉപ്പ്, പഞ്ചസാര, ഇത് രണ്ടും പൊടിച്ചു വെച്ചേക്കുന്ന കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിന് ഒരുപോലെ ഇരിക്കുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്, പക്ഷെ ഇതെല്ലാം കാഴ്ചയിൽ ഒന്നായിട്ടിരിക്കുമെങ്കിലും അതിൻ്റെ രുചി വ്യത്യസ്തമാണ്, ഇത് വ്യതിരിക്തമാണ്. പക്ഷേ നമുക്ക് കുറച്ച് ഉപ്പ് തന്നിട്ട് ഇതാണ് പഞ്ചസാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതൊന്ന് രുചിച്ച് നോക്കാനുള്ള ഒരു ധൈര്യം കൂടി നമ്മൾ കാണിക്കേണ്ടതുണ്ട്. ഗുരു ഒരിക്കൽ പോലും മറ്റു മതത്തെ എതിർക്കാൻ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അവസാനമായി ഒരു കാര്യം കൂടി പറയുന്നു. ഒരിക്കൽ ഗുരു ഒരു പ്രാസംഗികൻ ഒരുപാട് മറ്റു മതത്തെ വിമർശിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. അപ്പോൾ അടുത്തുനിന്ന് ശിഷ്യനോട് പറഞ്ഞു, പ്രസംഗകൻ്റെ ഹൃദയം ഇടുങ്ങിപ്പോകുന്നു, അത് പാടില്ല എന്നുള്ളത് ഗുരുവിൻ്റെ കൽപ്പനയാണ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് സ്നേഹത്തോടെയും സമാധാനത്തോടും കൂടി എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു സമൂഹത്തെയാണ്. അല്ലാതെ മതങ്ങളുടെ പേരിലും ജാതിയുടെ പേരിലും രാഷ്ട്രീയത്തിൻ്റെ പേരിലൊക്കെ തമ്മിൽ തല്ലുന്നൊരു സമൂഹമല്ല നമുക്ക് വേണ്ടത്. ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ നേരത്തെ നിൻ്റെ പേരെന്താണ് എന്ന് ചോദിക്കുന്ന സ്ഥാനത്ത് ഇന്ന് ചോദിക്കുന്നത് അമ്പലക്കാരാണോ പള്ളിക്കാരാണോ എന്നാണ്. സ്കൂളുകളിലൊക്കെ നടക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ ഒരു കുഞ്ഞു മനസ്സിൽ അവരെ പ്രാപ്തമാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമൂഹമൊക്കെ അത്രത്തോളം ഗുരുദർശനത്തെയാണ് ഇവരെല്ലാവരും വെല്ലുവിളിക്കുന്നത്. ഇതിനെ ചെറുക്കണമെങ്കിൽ അത് ഒരാളുടെ മാത്രം ഉത്തരവാദിത്വമല്ല, നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർമ്മമാണ്. അതിന് സാധിക്കാൻ ഇത്തരം കൂട്ടായ്മകളും ഇത്തരം ചർച്ചകളും ഇടവരുത്തട്ടെ. കുറച്ച് കാര്യങ്ങളെ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഇതിൽ നിന്നുകൊണ്ട് ചർച്ചകളും ചോദ്യങ്ങളും അഭിപ്രായങ്ങളും ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളും കാണും, അതെല്ലാം രേഖപ്പെടുത്താവുന്നതാണ്. സാധിക്കുന്നത് പോലെ ഉത്തരങ്ങൾ നൽകാനും ശ്രമിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഈ നിറഞ്ഞ സദസ്സോടുകൂടി, ഇപ്പോൾ കസേരകളൊന്നും ഫ്രണ്ടിൽ കുറച്ച് കസേര അല്ലാതെ ബാക്കിലൊന്നും ഒഴിഞ്ഞു കിടക്കുന്നില്ല. ഇത്രയും ശ്രദ്ധയോടുകൂടി എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇരട്ടെങ്കിലും പ്രായമുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നതിൽ ഭൂരിഭാഗം പേരും. ഇത്രയും ശ്രദ്ധയോടുകൂടി ഈ പ്രായത്തിലിരിക്കുന്നുണ്ടെങ്കിൽ ഈ ടീച്ചർമാരൊക്കെ കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ചെറിയ പ്രായത്തിൽ നിങ്ങളൊക്കെ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളൊക്കെ ആയിരിക്കുമ്പോൾ എത്രത്തോളം ശ്രദ്ധയുള്ളവരാണെന്ന് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്.
എന്തായാലും വളരെ ശ്രദ്ധയോടുകൂടി കേട്ടിരുന്ന നിങ്ങൾക്ക് ഏവർക്കും ഗുരുവിൻ്റെ അനുഗ്രഹങ്ങളും കൃപാകടാക്ഷങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ വേദിയിലേക്ക് ക്ഷണിച്ചതിൻ്റെ സംഘാടകരോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ചർച്ചയിലേക്ക് കടക്കും.